ഓൾറെഡി ഒരു ഫസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ ഇൻട്രൊഡക്ഷൻ പാർട്ടും അതുപോലെ കാളി ലിനക്സ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു ഭാഗം വന്നിട്ടുണ്ടാവും. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ശരിക്കും പറഞ്ഞാൽ സൈബർ സെക്യൂരിറ്റി പഠിക്കുന്നതിൻ്റെ ഒരു ആവശ്യം ഡാറ്റ പ്രൊട്ടക്ഷൻ ആണല്ലോ. ഡാറ്റ പ്രൊട്ടക്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ഈ ഡാറ്റ എന്ന് പറയുന്നത് എന്താണ്, എങ്ങനെയാണ്, നമ്മളതിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്നൊരു വാക്കാണ് ഇൻ്റർനെറ്റ് എന്നുള്ളത്. അല്ലെ, ഡാറ്റയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന, അല്ലെങ്കിൽ നമ്മൾ ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ഫോണാണ് എടുത്ത് നോക്കുക, അല്ലെങ്കിൽ വാട്സപ്പാണ് എടുത്ത് നോക്കുക. അപ്പോൾ ഈ ഇൻ്റർനെറ്റ് ഇല്ലെങ്കിൽ ശരിക്കും സൈബർ സെക്യൂരിറ്റിയുടെ ആവശ്യമില്ല. അപ്പോൾ എന്താണ് ഇൻ്റർനെറ്റ്, എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ്, എന്താണ് ഇതിനകത്ത്, എങ്ങനെയാണ് സെക്യൂരിറ്റി ഭാഗമാണ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത്. എങ്ങനെയാണ് ഇൻ്റർനെറ്റ് വർക്ക് ചെയ്യുന്നതെന്ന് മറ്റുമാണ്. പിന്നെ ഇൻ്റർനെറ്റിൻ്റെ പല കോൺസെപ്റ്റുകളുണ്ട്. ഇപ്പോൾ ഡാർക്ക് വെബ് അല്ലെങ്കിൽ സർഫസ് വെബ്, ഇങ്ങനെയുള്ള കുറേ കോൺസെപ്റ്റുകളുണ്ട്. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ദിവസം ശരിക്കും ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എന്താണ് ഇൻ്റർനെറ്റ് എന്നുള്ളതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അതായത് ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ കുറേ കമ്പ്യൂട്ടറുകൾ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു 5 കമ്പ്യൂട്ടറുകൾ എടുക്കുക. ഈ 5 കമ്പ്യൂട്ടറുകൾ തമ്മിൽ കണക്ട് ചെയ്ത് ഒരു കേബിൾ വെച്ചോ മറ്റോ കണക്ട് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ വൈഫൈ വെച്ചിട്ട് നമ്മളൊരു 2 ലാപ്ടോപ്പ് അങ്ങോട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇതേ സാധനം തന്നെ ട്രില്യൺസ് ഓഫ് ഡിവൈസുകൾ എന്ന് പറഞ്ഞാൽ ട്രില്യൺസ് ഓഫ് ഡിവൈസുകൾ, ഒരുപാട് ഡിവൈസുകളെ എന്താ പറയുക, ലൈക്ക് തമ്മിൽ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു എന്ന് കരുതുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ഒരു ഇമേജിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഈ ഒരു ഈ ഇമേജിൽ കാണുന്നത് ഇൻ്റർനെറ്റിൻ്റെ ഒരു ടോട്ടൽ സ്ട്രക്ചറാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ടോട്ടൽ സ്ട്രക്ചറാണ് നമ്മൾ ഈ ഇമേജിൽ കാണുന്നത്. ടോട്ടൽ ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ അത് ഇത്രയുണ്ട്. അപ്പോൾ ഇതിൽ കാണുമ്പോൾ നമ്മൾ കുറേ കാണാനായിട്ട് സാധിക്കും. പക്ഷേ ഇവിടെ നമ്മൾ സൂം ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇവിടെ കാണാം ഓരോ IP അഡ്രസ്സുകളാണെന്ന് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു ബേസിക് ഒരു സ്ട്രക്ചറാണ് ഈ സ്ട്രക്ചർ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഇല്ലുസ്ട്രേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇതേപോലെ ഇവിടെ ഓരോ ചെറിയ ഡോട്ടുകളും ഓരോ കമ്പ്യൂട്ടറുകളാണ്. ഇവിടെ തന്നെ എന്തോരം ഡോട്ടുകളുണ്ടെന്ന് നോക്കി. അപ്പോൾ ഇതുപോലെ ട്രില്യൺസ് ഓഫ് കമ്പ്യൂട്ടറുകളെ, ഒരുപാട് കമ്പ്യൂട്ടറുകളെ തമ്മിൽ കണക്ട് വെച്ചിരിക്കുന്ന ഒരു ഗ്ലോബൽ നെറ്റ്വർക്കാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. കുറേ ഡിവൈസുകളെ ലോകം മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് വെച്ചിരിക്കുന്നു. നൗ ക്വസ്റ്റ്യൻ ഈസ്, എന്തിന് കണക്ട് ചെയ്തിരിക്കുന്നു എന്നൊരു ചോദ്യമുണ്ട്. എന്തിനാണ് ഇപ്പോൾ ഇത് കുറേ ഡിവൈസുകളെ കണക്ട് ചെയ്യുക, എന്താണ് ആവശ്യം? അങ്ങോട്ടും ഇങ്ങോട്ടും ഫയലുകൾ അയക്കുക. ഇപ്പോൾ നമ്മൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കാനായിട്ട് നമ്മളിപ്പോൾ ഒരു GB ഇൻ്റർനെറ്റ് ഉപയോഗിക്കണം. നമ്മളിപ്പോൾ ഒരു 10 രൂപ കൊടുത്ത് റീചാർജ് ചെയ്യുന്നു അല്ലേ. എന്തിനാണ് ഈ 1 GB വേണ്ടിയിട്ട് നമ്മൾ 10 രൂപ കൊടുക്കുന്ന കാര്യം? ആ 1 GB ഫയൽ അങ്ങോട്ടേക്ക് അയക്കാനുള്ള ഒരു പെർമിഷൻ നമുക്ക് കിട്ടണം. ആ ഒരു 1 GB ഫയൽ ഒരു കമ്പ്യൂട്ടറിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഫോണിൽ നിന്നോ മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് അയക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ google.com എടുക്കുന്നു. അപ്പോൾ നമ്മളുടെ ഫോണിൽ നിന്ന് google.com-ലേക്ക് നമ്മൾ എന്ത് ചെയ്യുകയാണ്, കുറേ ഫയലുകൾ അയക്കുകയാണ്. ഇത് നമ്മൾ ഡാറ്റ പാക്കറ്റുകൾ എന്നൊക്കെ വിളിക്കും. നമ്മളത് പിന്നീടുള്ള ടോപ്പിക്കുകളിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. പക്ഷേ അങ്ങനെ കുറേ ഫയലുകളെ അങ്ങോട്ടേക്ക് അയക്കുന്നത്. അപ്പോൾ 1 GB ഉള്ള ഒരു ഫയലിനെ അയക്കാനായിട്ട് നമ്മൾ 10 രൂപ കൊടുക്കും. അപ്പോൾ ബേസിക്കലി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫയലുകൾ അയക്കുക എന്നുള്ളതാണ് ഈ ഡിവൈസുകൾ കണക്ട് ചെയ്തതിൻ്റെ ഉദ്ദേശം. അത് നോർമലി സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ വീട്ടിൽ ഇപ്പോൾ ഒരു ബ്ലൂടൂത്ത് ഡിവൈസ് ആണെങ്കിൽ നമ്മൾ രണ്ടും കണക്ട് ചെയ്തിട്ട് ഇതിൽ പാട്ട് പ്ലേ ചെയ്യുമ്പോൾ അതിൽ പാട്ട് പാടണം. അതെ, അതേ കോൺസെപ്റ്റിനെ തന്നെ കുറച്ചുകൂടി ഒരു ലാർജ് ആയിട്ട് ചിന്തിച്ച ഒരു ട്രില്യൺസ് ഓഫ് കമ്പ്യൂട്ടേഴ്സിന്റെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇന്റർനെറ്റ് കിട്ടും. അതാണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. കുറേ കമ്പ്യൂട്ടറുകൾ, ട്രില്യൺസ് ഓർ ബില്യൺസ് ഓഫ് കമ്പ്യൂട്ടറുകൾ തമ്മിൽ കണക്ട് ചെയ്തിരിക്കും, നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിരിക്കും. അതെ, ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തിരിക്കുന്ന കണക്ഷനാണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കണക്ഷൻ എന്തിനാണെന്ന് ചോദിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫയലുകൾ അയക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കൺഫ്യൂഷൻസോ എന്തെങ്കിലും ബ്ലോക്കേഴ്സ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഡൗട്ടും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ നമ്മുടെ ഒരു സപ്പോർട്ടിംഗ് പ്ലാറ്റ്ഫോം ഉണ്ട്. അതിൽ നിങ്ങൾക്ക് 24/7 നിങ്ങൾക്ക് അവിടെ സപ്പോർട്ട് കിട്ടും. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഒരു പേജിലോട്ടായിരിക്കും വരുന്നുണ്ടാവുക. അവിടെ വരുന്ന ഈ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ലേണിംഗ് ഫ്രീ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ബട്ടൺ അവിടെ കാണാൻ പറ്റും, ക്ലിക്ക് ചെയ്ത് ടു ആസ്ക് യുവർ ടെക്നിക്കൽ ഡൗട്ട് എന്നുള്ളത്. ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ നമ്മുടെ സപ്പോർട്ടിംഗ് പ്ലാറ്റ്ഫോമിലോട്ടായിരിക്കും വരുന്നുണ്ടാവുക. അവിടെ എന്ത് ചെയ്യുക, നിങ്ങളുടെ മൊബൈൽ നമ്പർ അടിച്ച് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഒരു വിൻഡോയിലാണ് വരിക. ഇനി ഇതിലെങ്ങനെ ഡൗട്ട് ചോദിക്കുക എന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മുകളിലൊരു ബട്ടൺ കാണാൻ പറ്റും, റൈസ് ന്യൂ ക്വസ്റ്റ്യൻ എന്നുള്ളത്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ എന്ത് ചെയ്യുക, നിങ്ങൾ ഡൗട്ട് എന്താണെന്നുള്ളതൊന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. ഇപ്പം എക്സ്പ്ലെയിൻ ദിസ് കോഡ് എന്ന് എന്തെങ്കിലും ടൈപ്പ് ചെയ്യുക. നിങ്ങളെ കോഡ് എന്താണെന്നുള്ളത് ജസ്റ്റ് ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഒരു സബ്മിറ്റ് ക്വസ്റ്റ്യൻ കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചാറ്റ് ഇവിടെ ഓപ്പൺ ആയിട്ട് കാണും, എക്സ്പ്ലെയിൻ ദിസ് ക്വസ്റ്റ്യൻ എന്നുള്ളത്. നിങ്ങൾ എന്താണോ ടൈറ്റിൽ കൊടുത്താൽ ആ ടൈറ്റിൽ ഒരു ചാറ്റ് ഓപ്പൺ ആവും. ആ ചാറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ ഒരു ചാറ്റിൻ്റെ അകത്ത് നിങ്ങൾക്ക് വോയിസ് മെസ്സേജ് അയക്കാം, അതുപോലെ വീഡിയോ അയക്കാം, ഫോട്ടോ അയക്കാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാം. അത് നിങ്ങൾക്ക് ഇംഗ്ലീഷിലോ മലയാളത്തിലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ഡൗട്ട് ചോദിക്കാം. 24/7 നിങ്ങൾക്ക് ഇവിടെ സപ്പോർട്ടും കിട്ടും. അപ്പോൾ നമ്മൾ ഇപ്പോൾ റീചാർജ് ചെയ്യുന്നുണ്ടല്ലോ, ഇപ്പോൾ പെർ ഡേ 2 GB അല്ലെങ്കിൽ മന്ത്ലി 3 GB. അപ്പോൾ അവിടെ ആക്ച്വലി നമുക്ക് അവിടെ എന്താ ശരിക്കും കിട്ടുന്നത്? ഇവിടെ ശരിക്കും കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ അത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ആദ്യം ഇന്റർനെറ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ള മനസ്സിലാക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കുറേ കമ്പ്യൂട്ടറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ലാപ്ടോപ്പിൽ google.com ഓപ്പൺ ചെയ്തു. ഞാനിപ്പോൾ ഇവിടെ ലെറ്റ്സ് ബ്രോട്ടോടൈപ്പ് എന്ന് സെർച്ച് ചെയ്യണം. ബ്രോട്ടോടൈപ്പ് എന്ന് സെർച്ച് ചെയ്തു.
അപ്പോൾ പ്രോട്ടോടൈപ്പ് എന്ന് സെർച്ച് ചെയ്തപ്പോൾ എനിക്കിവിടെ എന്ത് കിട്ടി, എനിക്കിവിടെ പ്രോട്ടോടൈപ്പിൻ്റെ വെബ്സൈറ്റ് കിട്ടി. പ്രോട്ടോടൈപ്പിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഞാനിവിടെ ഇത് ഓപ്പൺ ചെയ്തു, പ്രോട്ടോടൈപ്പിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തു. എനിക്കിവിടെ പ്രോട്ടോടൈപ്പിൻ്റെ വെബ്സൈറ്റ് ഓപ്പണായി വരുന്നുണ്ട്. റൈറ്റ്, ഇത് ഇത്രയും സംഭവിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ കമ്മ്യൂണിക്കേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. എങ്ങോട്ടാണ്? പ്രോട്ടോടൈപ്പിൻ്റെ വെബ്സൈറ്റുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്, ഗൂഗിളിൻ്റെ ഗൂഗിളുമായിട്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം സംഭവിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. ലൈക്ക് ഹൗ ദിസ് വർക്ക്സ്. അപ്പോൾ ഇവിടെ ഹൗ ദിസ് വർക്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എങ്ങനെയാണ് google.com ആയിട്ട് ഞാൻ ഇൻട്രാക്ട് ചെയ്യുന്നത്? അപ്പോൾ നമ്മളിവിടെ ചിന്തിക്കേണ്ട ഇത്രേ ഉള്ളൂ. ഗൂഗിളിനൊരു സെർവറുണ്ട്. ഗൂഗിളിൻ്റെ ഒരു സെർവർ, ലെറ്റ്സ് സേ ഗൂഗിളിൻ്റെ സെർവർ US ഒരു സെർവറാണെന്ന് കരുതിക്കുക. അമേരിക്കയിലൊരു സെർവർ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് അയക്കുന്ന റിക്വസ്റ്റ് US സെർവറിലേക്ക് എത്തുന്നു. ഓക്കെ, ഇതെങ്ങനെ ഇവിടെ നിന്ന് അവിടെ വരെ എത്തും? ദാറ്റ്സ് എ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോർമലി ഏറ്റവും കൂടുതൽ ആൾക്കാർ വിശ്വസിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാനത് പലരോട് സംസാരിച്ചപ്പോൾ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഇത് ഇവിടെ നിന്ന് അമേരിക്ക വരെ എത്താനായിട്ട് ഒരു എന്ത് മീഡിയം യൂസ് ചെയ്യും, അതല്ലെങ്കിൽ വയേർഡ് ആണോ വയർലെസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർമലി കിട്ടുന്ന ആൻസർ വയർലെസ് ആണെന്നാണ്. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സർവറിൽ പോകുന്നു, അതെ, ഇവിടുന്ന് സാറ്റലൈറ്റിലേക്ക് പോകുന്നു, സാറ്റലൈറ്റിൽ നിന്ന് അടുത്തടുത്തേക്ക് പോകുന്നു എന്നുള്ളതാണ്. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല ഇൻ്റർനെറ്റ് വർക്ക് ചെയ്യുന്നത്. ഇൻ്റർനെറ്റിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ കടലിനടി കൂടെ കുറേ കേബിളുകൾ ഇട്ടിട്ടുണ്ട്, സബ്മറൈൻ കേബിൾസ് എന്ന് വിളിക്കാം. ഇപ്പോൾ ഇവിടെ കാണുന്നതാണ് സബ്മറൈൻ കേബിൾസിൻ്റെ ഒരു മാപ്പാണെന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ കുറേ കേബിളുകൾ കാണാം. നമ്മളുടെ ഇന്ത്യയിലെ ലൊക്കേഷൻ എടുത്തപ്പോൾ നമ്മൾ കൊച്ചിയിലെ ലൊക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ കൊച്ചിയിൽ നിന്നൊരു കേബിൾ പോകുന്നതായിട്ട് നമുക്ക് ഇവിടെ നിന്ന് കാണാം. ഇപ്പോൾ ഇവിടെ കൊച്ചിയിൽ നിന്ന് പോകുന്നുണ്ട്. ഇതിനെ കേബിൾ സ്റ്റേഷൻസ്, സബ്മറൈൻ കേബിൾസ് ആണ് ഇതെല്ലാം. കടലിനടി കൂടെ ലോകം മുഴുവൻ കണക്ട് ചെയ്തതായി ഇവിടെ കുറേ കേബിളുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലോകം മുഴുവൻ കണക്ട് ചെയ്ത് ഒരുപാട് കേബിളുകളുണ്ട്. അപ്പോൾ ഇവിടുന്ന് എൻ്റെ റിക്വസ്റ്റ് എവിടേക്ക് എത്തുന്നു? ഈ കേബിളുകൾ വഴി അമേരിക്കയിലുള്ള ഗൂഗിളിൻ്റെ സെർവറിലെത്തുന്നു. അവിടെ നിന്ന് എനിക്ക് റെസ്പോൺസായിട്ട് നമ്മളിപ്പോൾ കണ്ട വെബ്സൈറ്റ്, നമ്മളുടെ പ്രോട്ടോടൈപ്പിൻ്റെ വെബ്സൈറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് ഞാൻ ഈ പ്രോട്ടോടൈപ്പിൻ്റെ വെബ്സൈറ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന റിസൾട്ട് ഞാൻ അവിടെ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കണമെങ്കിൽ ഈ കേബിളുകൾ യൂസ് ചെയ്യണമല്ലോ. ഈ കേബിളുകൾ യൂസ് ചെയ്താണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. അപ്പോൾ ഈ കേബിൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കേബിൾ മെയിൻറ്റെയിൻ ചെയ്യണം, കേബിൾ അവിടെ ലേ ചെയ്യണം, കേബിൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ആൾക്കാരുണ്ട്, അതിന് വേണ്ടി ഇൻഡസ്ട്രി ഉണ്ട്, അതിന് വേണ്ടിയിട്ട് കപ്പലുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കോസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇൻ്റർനെറ്റിന് വേണ്ടിയിട്ട് ചിലവാക്കുന്നത്. റീചാർജ് ചെയ്യുന്ന എമൗണ്ടിൻ്റെ ഒരു ഭാഗം ഇവർക്കും കൂടിയാണ് പോകുന്നത്. എല്ലാം നമ്മളിപ്പോൾ ജിയോ ആണ് അല്ലെങ്കിൽ എയർടെൽ ആണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചു. അപ്പോൾ ഞാൻ എയർടെൽ ഒരു 10 GB റീചാർജ് ചെയ്താൽ അതിന് ഞാൻ 100 രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ 100ൻ്റെ ഒരു ഭാഗം പോകുന്നത് ഈ സാധനം മെയിൻറ്റെയിൻ ചെയ്യാൻ കൂടിയാണ്. പക്ഷെ ഇതേപോലൊരു കേബിൾ സിസ്റ്റം നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഇന്റർനെറ്റ് ഉപയോഗിക്കാം. പക്ഷെ ഇത് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ബില്യൺസ് ഓഫ് ഡോളേഴ്സ് വേണമെന്നുള്ളതാണ് വേറൊരു പ്രശ്നം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളാണ് നമ്മളിവിടെ ശരിക്കും ഉപയോഗിക്കുന്നത്. ഇതാണ് ആ കേബിൾ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഫൈബർ കേബിളുകളാണ് യൂസ് ചെയ്യുന്നത്. ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ നമ്മുടെ വീട്ടിലെ വൈഫൈയിലേക്ക് ഉപയോഗിക്കുന്ന ഫൈബർ കേബിളുകൾ തന്നെയാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് കുറേ ലേയേഴ്സ് ഇങ്ങനെ കവർ ചെയ്തിട്ടുണ്ട്. കാര്യം കടലിനടിയിലാണല്ലോ, അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കുറേ ലേയേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ. അപ്പോൾ ഇതാണ് ഈ കേബിളുകൾ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കോസ്റ്റും നമ്മളുടെ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന കോസ്റ്റാണ്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് നമ്മളുടെ എലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് എന്ന് പറയുന്ന ഒരു പുതിയൊരു ഇന്റർനെറ്റ് സർവീസ്. അത് വയർലെസ് ആണ്, ഇത് വയേർഡ് ആണ്, അത് സാറ്റലൈറ്റുകൾ ഉപയോഗിച്ചിട്ടാണ്. പക്ഷെ അത് ശരിക്കും വരുന്നതേ ഉള്ളൂ, എല്ലായിടത്തും എത്തിയിട്ടില്ല, അത് വരുന്നതേ ഉള്ളൂ സ്റ്റാർലിങ്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ കറന്റ് വയേർഡാണ്, ഈ കേബിളുകൾ വഴിയാണ്. അപ്പോൾ ഈ കേബിളുകൾ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കോസ്റ്റും കൂടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ റീചാർജ് ചെയ്യുന്ന എമൗണ്ടിൻ്റെ ഒരു ഭാഗം ഇവർക്കും കൂടെയാണ് പോകുന്നത്. അങ്ങനെ അതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ലൈക്ക് ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നതിൽ നമ്മൾ റീചാർജ് ചെയ്യുന്ന പൈസയൊക്കെ ആ വഴിക്കും കൂടെയാണ് പോകുന്നത് എന്നുള്ളത്. നമ്മളിതിൽ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് എന്താണെന്നുള്ളതും അതേപോലെ ബേസിക് ഒപ്റ്റിക്കൽ ഫൈബേഴ്സിന്റെ യൂസ് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബേഴ്സിനെ കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയണം, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ ലേയേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഏതൊക്കെ ലേയേഴ്സ് ആണെന്നുള്ള ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ ഇത് കാണാത്തവർ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് അവർ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്, എന്താണ് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് എന്നുള്ളതൊക്കെ. അപ്പോൾ നമ്മളതിനെ റീചാർജ് ചെയ്തു, നമ്മൾ ഡാറ്റ എടുത്തു, ആ ഒരു പെർമിഷൻ എടുത്തു, നമുക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു പെർമിഷൻ എടുത്ത്. ഇനി ഈ ഡാറ്റ എന്ന് പറയുന്നത്, ഇപ്പോൾ ഡാറ്റ എന്ന് നമ്മൾ പറഞ്ഞല്ലോ, ഈ ഡാറ്റ എന്ന് പറയുന്നത് എന്തൊക്കെ ഡാറ്റ ഉണ്ട് എന്നുള്ളൊരു ചോദ്യം കൊണ്ടുണ്ട്. ഇപ്പോൾ ഡാറ്റ ഉണ്ട് ശരിയാണ്, പക്ഷേ എന്തൊക്കെ തരത്തിലുള്ള ഡാറ്റ ഉണ്ട്, അവിടെയാണ് നമ്മളുടെ അടുത്ത ടോപ്പിക്. അപ്പോൾ ഇൻ്റർനെറ്റ് വർക്ക് ചെയ്യുന്നത് വളരെ സിമ്പിളാണ്. ഇൻ്റർനെറ്റ് വർക്ക് ചെയ്യുന്ന ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു സാധനം റിക്വസ്റ്റ് ചെയ്യുന്നു, അത് ഈ കേബിളുകളിലൂടെ റിക്വസ്റ്റ് പോകുന്നു, നമുക്ക് തിരിച്ച് ഡാറ്റ കിട്ടും. വളരെ സിമ്പിളായിട്ടുള്ള ഒരു രീതിയിലാണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ശരിക്കും ഇവിടെ ഡാറ്റ പാക്കറ്റുകൾ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഉണ്ട്. അതെന്താണെന്നുള്ളത് നമ്മളുടെ അപ്കമിങ് വീഡിയോസിൽ പറയുന്നുണ്ട്, ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. പക്ഷേ ബേസിക്കലി പറഞ്ഞാൽ നമ്മൾ ഇവിടെ അയക്കുന്ന റിക്വസ്റ്റ് ഈ കേബിളുകളിലൂടെ മറ്റൊരു കമ്പ്യൂട്ടറിൽ എത്തുന്നു. ആ കമ്പ്യൂട്ടർ നമുക്ക് അവിടെ നിന്നൊരു റെസ്പോൺസ് തരുന്നു, നമുക്ക് തിരിച്ചു തരുന്നു, ഇതാണ് സാധനം. ഇപ്പം നമ്മൾ ഗൂഗിൾ എടുത്ത പോലെ കണ്ടത്. കേൾക്കാത്ത കുറേ ടെക്നിക്കൽ ടേംസ് ഉണ്ടാവും, അതൊക്കെ ഓരോന്ന് 1 by 1 ആയിട്ട് നമ്മൾ വരുന്നതിൽ കവർ ചെയ്യുന്നുണ്ട്. ബേസിക്കായിട്ട് ഇത്രയും അണ്ടർസ്റ്റാൻഡ് ഉണ്ടാക്കി വയ്ക്കുക, ഇങ്ങനെയാണ് ഇൻ്റർനെറ്റ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്.
അതെ, ബേസിക്കലി ഇതാണ് സംഭവിക്കുന്നത്. ബാക്ക് എൻഡിൽ ഇതാണ് സംഭവിക്കുന്നത്, ഇൻ്റർനെറ്റിൻ്റെ കാര്യത്തിൽ ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ നൗ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സിമ്പിളാണ്. അതായത് എന്ത് ഡാറ്റയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം. അതായത് നമ്മളിപ്പോൾ ഡാറ്റ സെർച്ച് ചെയ്തു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അഗൈൻ ബ്രോട്ടോടൈപ്പ് എന്ന് തന്നെ ഒന്ന് സെർച്ച് ചെയ്യും. ബ്രോട്ടോടൈപ്പ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ എനിക്ക് കുറേ ഡാറ്റ വരുന്നുണ്ട്. ഇപ്പോൾ ബ്രോട്ടോടൈപ്പിൻ്റെ വെബ്സൈറ്റ് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ബ്രോട്ടോടൈപ്പിൻ്റെ യൂട്യൂബ് ചാനൽ, ലിങ്ക്ഡിൻ, റെഡിറ്റ്, അങ്ങനെ മോസ്റ്റ്ലി കുറേ ഇടത്ത് എനിക്ക് ബ്രോട്ടോടൈപ്പിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ വരുന്നുണ്ട്. ഇപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ കാര്യത്തിൽ ശരിക്കും ഈ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് പല തരത്തിലുണ്ട്. അപ്പോൾ നമ്മൾ വളരെ പോപ്പുലറായിട്ട് കേട്ടിട്ടുള്ള ഒരു വാക്കാണ് ഡാർക്ക് വെബ്. ഇപ്പോഴത്തെ നമ്മുടെ അഞ്ചാം പാതിര പോലുള്ള സിനിമകളാണെങ്കിൽ അങ്ങനെ കുറേ സിനിമകളിലും യൂട്യൂബ് വീഡിയോകളിലും കൂടെ വളരെയധികം നമ്മൾ വെൽ നോൺ ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ ഡാർക്ക് വെബ് എന്ന് പറയുന്നത്. കുറേ ഇല്ലീഗലായിട്ടൊരു സാധനം. അതെ, കുറേ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ ഡാർക്ക് വെബ്. അപ്പോൾ എന്താണ് ഡാർക്ക് വെബ് എന്നുള്ളതാണ് നമ്മളുടെ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഡാർക്ക് വെബ് എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതല്ല പ്രൈമറി, rather than എന്താണ് ഈ ടൈപ്പുകൾ എന്താണെന്നുള്ള മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഞാൻ ഈ സെർച്ച് ചെയ്തിട്ട് വരുന്ന ഈ ഇൻഫർമേഷൻ ഉണ്ടല്ലോ, ഇപ്പോൾ ഈ കാണുന്ന ഇൻഫർമേഷൻ ബ്രോട്ടോടൈപ്പ് സെർച്ച് ചെയ്യുമ്പോൾ ഈ കാണുന്ന ഇൻഫർമേഷനെ നമുക്ക് വേണമെങ്കിൽ സർഫസ് വെബ് എന്ന് വിളിക്കാം. ഇപ്പോൾ ഇവിടെ എനിക്ക് ബ്രോട്ടോടൈപ്പിൻ്റെ വെബ്സൈറ്റ് കിട്ടി. ഈ വെബ്സൈറ്റിലൂടെ എനിക്ക് ഡാറ്റ കാണാൻ പറ്റുന്നു, അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് കാണാൻ പറ്റുന്നു. ഇതിനെ നമുക്ക് വളരെ കോമൺ ആയിട്ട് സർഫസ് വെബ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. സർഫസ് വെബ്, ഈ സർഫസ് വെബ് എന്ന് പറയുന്നത് പക്ഷേ സർഫസ് വെബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ കുറച്ചുകൂടെ ടെക്നിക്കലി ഞാനെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ സർഫസ് വെബ് എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ്ഡ് വെബ് പേജുകൾ എന്ന് പറയും. ഇൻഡെക്സ്ഡ് വെബ് പേജ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ് ഇൻഡെക്സ്ഡ് പേജ്. നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് ഇവിടെ പോയിട്ട് ബ്രോട്ടോടൈപ്പ് എന്നല്ല, എനിക്കിപ്പോൾ എത്തിക്കൽ ഹാക്കിംഗ് എന്ന് സെർച്ച് ചെയ്തെന്ന് വെച്ചു. എത്തിക്കൽ ഹാക്കിംഗ് സെൻസേർഡ് കോണ്ടന്റ്, അതായത് ഫിൽട്രേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ എത്തിക്കൽ ഹാക്കിംഗ് എന്ന് സെർച്ച് ചെയ്തു. ഇപ്പോൾ ഇവിടെ എനിക്ക് വന്നിരിക്കുന്ന ഈസി കൗൺസിലിൻ്റെ ഒരു വെബ് പേജ് വന്നിട്ടുണ്ട്, IBMൻ്റെ ഒരു പേജ് വന്ന്, യൂഡമിയുടെ ഒരു ഇത് കാണാം. ഇങ്ങനെ കുറേ പേജുകളില്ലേ. ഈ സെർച്ച് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നതാണ് സർഫസ് വെബിലുള്ള ഡാറ്റ എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ്ഡ് ഡാറ്റ എന്ന് പറയും. ഇൻഡെക്സ്ഡ് ഡാറ്റ എന്ന് പറഞ്ഞാൽ ഗൂഗിളിൻ്റെ ഒരു ഇൻഡെക്സ് ഉണ്ടാവും, അല്ലെങ്കിൽ എല്ലാ സെർച്ച് ഇപ്പോൾ ഗൂഗിളാണെങ്കിൽ ഗൂഗിൾ, യാഹു ആണെങ്കിൽ അവർക്കൊരു ഇൻഡെക്സ് ഉണ്ട്. ആ ഇൻഡെക്സിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എത്തിക്കൽ ഹാക്കിംഗ് എന്ന് എനിക്കിവിടെ കാണാം. പക്ഷേ എനിക്കിവിടെ കാണാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ നിയാസിൻ്റെ ഇമെയിൽ കാണണമെന്ന് വെച്ചു. എനിക്കിവിടെ നിയാസസ് ഇമെയിൽ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇമെയിൽസ് കാണാൻ പറ്റും. ഇങ്ങനെ ഞാൻ സെർച്ച് ചെയ്തു എന്ന് വെച്ചോ, എനിക്കത് കാണാൻ പറ്റില്ല. കാര്യം അത് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, നിയാസിൻ്റെ ഈ ജിമെയിൽ അക്കൗണ്ടിൻ്റെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്താലേ കാണാൻ പറ്റും. അങ്ങനെയുള്ള ഇൻഫർമേഷൻസിനാണ് നോൺ ഇൻഡെക്സ്ഡ് ഇൻഫർമേഷൻ വിളിക്കുന്നത്. ഓക്കെ, ആക്ച്വലി ഇതെല്ലാം ഉള്ളത് ഒറ്റ സ്ഥലത്താണ്. ഇതെല്ലാം പല ഒരു ഗൂഗിളിന്റെ സെർവറിലാണ് ഉള്ളത്. പക്ഷേ ഇതിൽ എന്ത് കിട്ടുന്നു എന്നുള്ളതാണ് വ്യത്യാസം വരുന്നത്. ഓക്കെ, നോർമലി ഒരാൾ സെർച്ച് ചെയ്താൽ കിട്ടുന്ന റിസൾട്ട്, എല്ലാവർക്കും കിട്ടുന്ന കോമൺ റിസൾട്ട് നമ്മൾ സർഫസ് വെബ്, അതല്ലെങ്കിൽ ഇൻഡെക്സ്ഡ് വെബ് പേജ്, അല്ലെങ്കിൽ സർഫസ് വെബ് എന്ന് വിളിക്കാം. പക്ഷേ നമ്മളുടെ ഈ ഇമെയിലുകൾ, നമ്മളുടെ ഫേസ്ബുക്കിലെ ചാറ്റുകൾ, വാട്സപ്പിലെ ചാറ്റ്, പേഴ്സണൽ ഡീറ്റെയിൽസ്, പിന്നെ ഇൻസ്റ്റഗ്രാമിലുള്ളത്, നമ്മൾ ഇൻസ്റ്റഗ്രാമിലെ ചാറ്റുകൾ, ഇതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ യൂസർ നെയിമും പാസ്വേഡും കൊടുക്കണം. നമ്മളുടെ യൂസർ നെയിം പാസ്വേഡ്, ഇപ്പോൾ നിയാസിൻ്റെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്താൽ നിയാസിൻ്റെ ഇൻസ്റ്റാഗ്രാം കാണാം. ഇപ്പോൾ എൻ്റെ യൂസർ നെയിം പാസ്വേഡും കൊടുത്താൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ ചാറ്റോ അല്ലെങ്കിൽ ഇതൊക്കെ കാണാം. റൈറ്റ്. അപ്പോൾ ഒരു ഓതൻറ്റിക്കേഷൻ അവിടെ വരുന്നുണ്ട്. അതാണ് ഓതൻറ്റിക്കേഷൻ എന്ന് പറഞ്ഞാൽ യൂസർ നെയിമും പാസ്വേഡും നമ്മളോട് ചോദിക്കുന്നു, അല്ലെങ്കിൽ നമ്മളോട് ഒരു യൂസർ നെയിമോ പാസ്വേഡ് ചോദിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഓതൻറ്റിക്കേഷൻ എന്ന് വിളിക്കാം. അപ്പോൾ അവിടെ ഒരു ഓതൻറ്റിക്കേഷൻ വന്നു. അപ്പോൾ ഓതൻറ്റിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അതിന് ശേഷം വരുന്ന ഡാറ്റ, അതായത് ഓതൻറ്റിക്കേഷൻ വന്നിട്ട് വരുന്ന ഡാറ്റ, നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ ഈ മെസ്സേജുകൾ, നിങ്ങൾ യൂസർ നെയിം പാസ്വേഡും കൊടുത്തിട്ട് കാണുന്ന ഡാറ്റയാണ് ഈ ഇൻസ്റ്റാഗ്രാമിലെ മെസ്സേജുകൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഡാറ്റയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡീപ്പ് വെബ് എന്ന് വിളിക്കുന്നത്. ഡീപ്പ് വെബ് എന്ന് വിളിക്കുന്നത് നോൺ ഇൻഡെക്സ്ഡ് ഡാറ്റ എന്ന് പറയുവാണെങ്കിൽ, ടെക്നിക്കലി പറഞ്ഞാൽ നോൺ ഇൻഡെക്സ്ഡ് ഡാറ്റ. കാര്യം ഇത് സെർച്ച് ചെയ്ത് കിട്ടില്ല. ഇപ്പോൾ എൻ്റെ യൂസർ നെയിം പാസ്വേഡ് കൊടുക്കാണ്ട് നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം ചാറ്റ്, ഇപ്പോൾ ശരത് ഈ ഇൻസ്റ്റാഗ്രാം ചാറ്റ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം ചാറ്റുകൾ കിട്ടില്ല. നിങ്ങൾക്ക് എൻ്റെ യൂസർ നെയിം പാസ്വേഡ് കൊടുത്താലേ കിട്ടുള്ളൂ. അപ്പോൾ അതിനെ നോൺ ഇൻഡെക്സ്ഡ് ഡാറ്റ അല്ലെങ്കിൽ ഡീപ്പ് വെബ് എന്ന് വിളിക്കാം. ഇവിടെയും വളരെ കോമൺ ആയിട്ടുള്ള ഒരു മിസ്കൺസെപ്ഷൻ ഉള്ളത്, ശരിക്കും ഡീപ്പ് വെബ് എന്ന് പറയുന്നത് എന്തോ ഗവൺമെൻറ്റിൻ്റെ എന്തോ ഹിഡൻ ആയിട്ടുള്ള സാധനങ്ങളാണ്, ഗവൺമെൻറ്റിൻ്റെ എന്തോ മെഡിക്കൽ ഇല്ലീഗൽ ആയിട്ടുള്ള റെക്കോർഡ്സ് ഒക്കെയാണെന്ന് കുറേ പേര് യൂട്യൂബിൽ പലരായിട്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം വളരെ സിമ്പിളാണ്. ഈ പറയുന്ന പോലെ യൂസർ നെയിം പാസ്വേഡും കൊടുത്തിട്ട് ഒരു ഒതന്റിക്കേഷൻ ശേഷം, അതെ, നമ്മൾ തന്നെയാണ് നമ്മുടെ ഡാറ്റ ആക്സസ് ചെയ്യുന്ന ഒതന്റിക്കേഷൻ ശേഷം കിട്ടുന്ന ഡാറ്റ, അതാണ് ഡീപ്പ് വെബ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. ശരിക്കും എനിക്ക് തോന്നുന്നു ഈ ഓതന്റിക്കേഷൻ എന്ന വാക്ക് അതിനകത്ത് വന്നുകൊണ്ടായിരിക്കും കുറെ പേര് അതിനെ ഗവൺമെന്റ് ആണ്, മിലിറ്ററി ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ യൂട്യൂബിൽ ടെക്നിക്കലി കേൾക്കാത്ത ആൾക്കാർക്കും അത് ഭയങ്കര ഒരു പുതിയ ടേം ആയിരിക്കും വേറെ എന്തോ ഒരു ഡീപ്പ് വെബ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് സംഭവം, വളരെ സിമ്പിളാണ്. സർഫസ് വെബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇൻഫർമേഷനാണ് സർഫസ് വെബ്. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണുന്ന ഈസി കൗൺസിലിനെ പറ്റിയുള്ള ഇപ്പോൾ എത്തിക്കൽ ഹാക്കിംഗ് ഈസി കൗൺസിലിൻ്റെ ഒരു ആർട്ടിക്കിൾ, ഈ ആർട്ടിക്കിൾ കാണാനോ ഇത് വായിക്കാനോ എനിക്ക് എന്തിൻ്റെ ആവശ്യമില്ല, ഒരു യൂസർ നെയിം പാസ്വേഡ് കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും കോമൺലി കിട്ടുന്ന, ആർക്കും വേണമെങ്കിൽ ഇത് എടുത്ത് വെച്ച് വായിക്കാം. അപ്പോൾ ഇത് ഈ ആർട്ടിക്കിൾ എന്ന് പറയുന്ന ഡാറ്റ, ഈ ആർട്ടിക്കിൾ എന്ന് പറയുന്ന ഡാറ്റ എന്തിലാണ്, സർഫസ് വെബിലാന്ന് പറയും. ഇനി അതേസമയം വെച്ചാൽ ഈ ആർട്ടിക്കിൾ വായിക്കണമെങ്കിൽ എനിക്കൊരു യൂസർ നെയിം പാസ്വേഡ് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടെന്ന് വെച്ചോ,
അങ്ങനെയാണെങ്കിൽ അത് ഡീപോബിലാന്ന് പറയും. അപ്പോൾ യൂസർ നെയിം പാസ്വേഡ് ഉണ്ടെങ്കിൽ ഡീപോബ്, ഇല്ലെങ്കിൽ സർഫസ് വെബ്. അതായത് ചില നമ്മുടെ ലേണിങ്ങിന്റെ സൈറ്റുകൾ തന്നെ ഇപ്പോൾ ഹാക്കർ റാങ്കിന്റെ ഒക്കെ ചില സമയത്ത് ലോഗിൻ ചെയ്താലേ ചില ഡോക്ക് പിന്നെ നമുക്ക് വായിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ ഡീപോബ് ആണെന്ന് പറയും. കാര്യം അവിടെ ഒരു ഓതന്റിക്കേഷൻ വന്നു, യൂസർ നെയിം പാസ്വേഡും കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മൾ പറയുന്നത്. സർഫസ് വെബ് ശരിക്കും ഇന്റർനെറ്റിൽ വളരെ കുറവാണെന്ന് പറയും. ഒരു 4 to 5% ആണ് സർഫസ് വെബ് എന്ന് പറയും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂരിഭാഗം വെബ്സൈറ്റിലും ഡാറ്റ കാണണമെങ്കിൽ നമ്മൾ യൂസർ നെയിം പാസ്വേഡ് കൊടുക്കണം. നമ്മൾ ഏത് വെബ്സൈറ്റിൽ കയറിയാലും നമ്മളോട് ലോഗിൻ ചെയ്യാൻ പറയും. അപ്പോൾ അതുകൊണ്ടാണ് ഭൂരിഭാഗം ഡാറ്റയും ഡീപോബിലാണ് എന്ന് പറയുന്നത്. ഒരു വളരെ ചെറിയ ഡാറ്റ മാത്രമേ എന്തിലുള്ളൂ, സർഫസ് വെബിലുള്ളൂ. അപ്പോൾ ഇത് രണ്ടും വളരെ സിമ്പിളാണ്. ഈ പറയുന്ന പോലെ ലൈക്ക് സർഫസ് വെബ് ഉണ്ട്, ഡീപോബും ഉണ്ട്. അപ്പോൾ സർഫസ് വെബ് എന്ന് പറഞ്ഞാൽ നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. ഡീപോബ് എന്ന് പറഞ്ഞാൽ യൂസർ നെയിം പാസ്വേഡ് കൊടുത്താൽ മാത്രം കിട്ടുന്ന സാധനം, അല്ലെങ്കിൽ ഒരു ഓതന്റിക്കേഷൻ കഴിഞ്ഞാൽ കിട്ടുന്ന സാധനം. വളരെ സിമ്പിളാണ്. പക്ഷേ അടുത്ത ആളാണ് ശരിക്കും പറഞ്ഞൊരു വില്ലെന്ന് പറയുന്നത്. കാര്യം എന്താ വെച്ചാൽ അടുത്ത ആളെന്ന് പറയുന്നത് നമ്മളുടെ ഡാർക്ക് വെബ്. ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡാർക്ക് വെബ് എന്ന് പറയുന്നത്. ഡാർക്ക് വെബിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരുപാട് ലൈക്ക് എന്താ പറയുക, കുപ്രസിദ്ധി നേടിയെന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാര്യം കുറെ ഫിലിംസിലൂടെ ആണെങ്കിലും എല്ലായിടത്തും ഭയങ്കര ടെക്നിക്കലി കേൾക്കാത്ത ഒരാൾക്കാണ് ഡാർക്ക് വെബ് എന്ന് പറഞ്ഞാൽ ഇല്ലീഗൽ എന്തോ ഭയങ്കര പ്രശ്നമാണ്. ഡാർക്ക് വെബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലീഗലാണ് എന്നുള്ളൊരു ഒരു സാധനം നമ്മൾ ഓൾറെഡി എല്ലായിടത്തും കേട്ട് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ യൂട്യൂബിൽ കുറച്ച് ആളുകൾക്ക് മുമ്പ് കണ്ടിരുന്നു, മറ്റേ ഡാർക്ക് വെബിൽ ആത്മാക്കളെ വിൽക്കാൻ വെച്ച് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഡാർക്ക് വെബ് എന്ന് പറയുന്ന ഒരു കുപ്രസിദ്ധി നേടിയ ഒരു സാധനമാണ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഡാർക്ക് വെബ് വളരെ സിമ്പിളായിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. ആളുകൾ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാണെങ്കിൽ വേണം ഞാൻ പറയും. പക്ഷേ ഒരിക്കലും ഞാൻ പറയുന്നില്ല ഇത് ഡാർക്ക് വെബ് ഫുള്ളി ലീഗലായിട്ടുള്ളതെന്നോ. ഈ ലീഗലായിട്ടുള്ള ആക്ടിവിറ്റീസും ഉണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് യൂസ് ചെയ്യുന്ന പോലെ ഇരിക്കും. അതായത് നമ്മൾ ഇപ്പോൾ മാർക്കറ്റിൽ പോയിട്ട് നമ്മളൊരു കത്തി വാങ്ങിക്കഴിഞ്ഞാൽ കത്തി കൊണ്ട് നമുക്ക് പച്ചക്കറി അരിയാം, ഒരാളെ കുത്താനും പറ്റും. രണ്ടും പോസിബിളാണ്. കത്തി കൈ പിടിച്ചിരിക്കുന്ന ആളുടെ മൈൻഡ് പോലെയാണ് എങ്ങനെ ഉപയോഗിക്കണം. അതേപോലെ തന്നെയാണ് ഡാർക്ക് വെബ്. ഇപ്പോൾ ഇത് ഉപയോഗിക്കുന്ന ആളുടെ മൈൻഡ് പോലെയാണ് ഇത് എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ളത്. അയാൾക്ക് ചിലപ്പോൾ നല്ല രീതിയിൽ ഉപയോഗിക്കാനാണെങ്കിൽ നല്ല രീതിയിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ മോശം രീതിയിൽ ഉപയോഗിക്കാം. രണ്ട് പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഡാർക്ക് വെബിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ആദ്യമേ മനസ്സിലാക്കേണ്ടതുണ്ട് ശരിക്കും പറഞ്ഞാൽ. അതായത് ഡാർക്ക് വെബിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് തന്നെ എൻ്റയർലി ഡിഫറൻ്റ് ആണ്. ഭയങ്കര നമ്മൾ നോർമലി ആക്സസ് ചെയ്യുന്ന പോലെയോ അല്ലെങ്കിൽ നോർമലി യൂസ് ചെയ്യുന്ന പോലെയോ അല്ല ശരിക്കും ഡാർക്ക് വെബിനെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഡാർക്ക് വെബ് എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു വർക്കിംഗ് മെത്തേഡാണ്. അപ്പോൾ ഡാർക്ക് വെബിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് ഇതിനെ നമുക്ക് ടോർ പ്രൊജക്റ്റ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ടോർ പ്രൊജക്റ്റ്. ടോർ പ്രൊജക്റ്റ് ആണ് ശരിക്കും ഡാർക്ക് വെബിൻ്റെ ഒരു ക്രിയേഷൻ. അല്ലെ ഡാർക്ക് വെബ് എല്ലാം ഇതൊരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ് ടോർ പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. NGO ആണ്. ഇവരാണ് ഡാർക്ക് വെബ് ആക്സസ് ചെയ്യുന്ന നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ടോർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ക്രിയേറ്റ്. ടോർ എന്ന് പറയുന്ന ഒരു ബ്രൗസറാണ്. നമ്മൾ ഗൂഗിൾ ക്രോം, ഫയർഫോക്സ് ഒക്കെ യൂസ് ചെയ്യുന്ന പോലുള്ള ഒരു ബ്രൗസറാണ് TOR എന്ന് പറയും. അതേപോലെ മറ്റൊരു ബ്രൗസറാണ് ടോർ. ഈ ടോർ എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്തതും അതിന് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ പറയുന്ന ടോർ പ്രൊജക്റ്റാണ്. ഇവരാണ് ഇതിൻ്റെ എല്ലാം ബാക്കിൽ ഒന്ന് വർക്ക് ചെയ്യുന്നത്, ഇതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതൊക്കെ. പക്ഷേ ഇതൊരു പ്രോഫിറ്റിന് വേണ്ടിയിട്ടല്ല, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ്. അതിന് വേണ്ടിയിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇത് ശരിക്കും പറഞ്ഞ ഒരു കോസാണ്. അതായത് ഈ വളരെ കോമൺ ആയിട്ടുള്ളൊരു കോൺസ്പിറസിയാണ് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും ഗവൺമെൻറ് മോണിറ്റർ ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും ഗവൺമെൻറ് മോണിറ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളുടെ പ്രൈവസി അവിടെ ഒരു ക്വസ്റ്റ്യൻ ആണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങളിൽ ഒരു സെൻസറിങ് ഒഴിവാക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. സെൻസറിങ് ഒഴിവാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി പ്രൈവസി എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ പ്രൈവസി പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. അതാണ് ടോർ പ്രൊജക്റ്റ് നമുക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത്. അനോണിമിറ്റി എന്നുള്ളത് അറ്റ് ഇറ്റ്സ് ബെസ്റ്റ് തരിക. അതായത് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് അനോണിമിറ്റി തരിക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പല സെർച്ച് എഞ്ചിൻസ് ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ IP അഡ്രസ്സ് അങ്ങോട്ട് പോകുന്നുണ്ട്, നമ്മളുടെ യൂസ് ചെയ്യുന്ന ഡിവൈസ് ഏതാണെന്നുള്ള ഇൻഫർമേഷൻ, നമ്മളുടെ ലൊക്കേഷൻ, ഇതൊക്കെ പലപ്പോഴും നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ആ വെബ്സൈറ്റുകൾക്ക് ഫുള്ളായിട്ട് പോകുന്നുണ്ട്. ഇപ്പം നമ്മൾ പലർക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവും. ഇപ്പം നമ്മൾ കേരളത്തിൽ നിന്ന് ബാംഗ്ലൂർ ട്രാവൽ ചെയ്തെത്തി ആ സ്പോട്ടിൽ നിങ്ങൾക്ക് വരുന്ന ആഡ് റെക്കമെൻഡേഷൻസ് ഫുൾ കർണാടക ആഡ് ആയിരിക്കും. അവിടെ പിന്നെ നമുക്ക് ഇവിടെ കിട്ടുന്ന അവിടെ പിന്നെ കൂടുതൽ വരുന്നപ്പോൾ ടാക്സ് യൂസ് ചെയ്യുന്ന അവിടെ വരുന്ന ആഡ് മൊത്തം റാപ്പിഡോൻ്റെ ആയിരിക്കും. അതെ, അതെല്ലാം മാറും. കാര്യം നമ്മളുടെ അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മളുടെ ലൊക്കേഷൻ എന്ന ഇൻഫർമേഷൻ ആർക്ക് പോയി, എല്ലാവർക്കും കിട്ടിയെന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ നമ്മളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അപ്പോൾ ഇതിനെ എങ്ങനെ മുഴുവനായിട്ട് ഇല്ലാണ്ടാക്കാം എന്നുള്ളതാണ് ടോർ പ്രൊജക്റ്റിൻ്റെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണ് ടോർ ഈ പറയുന്ന ഒരു പ്രൊജക്റ്റ്, ഈ ടോർ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. പക്ഷേ ഇവരല്ല ശരിക്കും ഈ ഡാർക്ക് വെബിനെ ക്രിയേറ്റ് ചെയ്ത്. ഡാർക്ക് വെബ് എന്ന പേര് ഡിഫറെൻ്റ് ആണ്. ശരിക്കും ടോർ പ്രൊജക്റ്റ് അല്ലെ ടോർ എന്ന് പറഞ്ഞാൽ ദ ഒണിയൻ റൂട്ടിംഗ് എന്നാണ് അതിൻ്റെ മീനിങ്. ദ ഒണിയൻ റൂട്ടിംഗ്, അതാണ് ടോർ എന്ന് പറയുന്നത്. TOR, ദ ഒണിയൻ റൂട്ടിംഗ്. അതെന്താണെന്നുള്ളത് ഞാൻ പറയാം. ദ ഒണിയൻ റൂട്ടിംഗ് എന്നാണ് ഈ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിംപ്ലി കോൺസെപ്റ്റ് ഇത്രേ ഉള്ളൂ. അതായത് ഇത് ക്രിയേറ്റ് ചെയ്തത് US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫൻസ് ആണ്. US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫൻസ് ഈ ടോർ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തത്. അവിടെ നിന്നാണ് ഡാർക്ക് വെബിൻ്റെ തുടക്കം എന്ന് പറയുന്നത്.
അപ്പോൾ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ്, ഇപ്പോൾ യുദ്ധസമയത്തും മറ്റുള്ള കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാനായിട്ട് നോർമൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ പറ്റില്ല. കാര്യം അത് ഈ പറയുന്ന പോലെ അറ്റാക്കേഴ്സ് ഉണ്ട്, ഹാക്കിംഗ് ഉണ്ട്, അങ്ങനെ പല പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഈ പറയുന്ന നോർമൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫൻസ് എന്ത് ചെയ്തു, അവരായിട്ട് ഒരു സാധനം ഉണ്ടാക്കിയെടുത്തു. അങ്ങനെ ഉണ്ടാക്കിയെടുത്ത സാധനമാണ് നമ്മളുടെ ഡാർക്ക് വെബ് അല്ലെങ്കിൽ ടോർ പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ പിന്നീട് അത് 2005 മറ്റോ ആണ്, 2004 2005 ആണ് അവരത് പബ്ലിക് ആക്കുന്നത്. അവരത് പബ്ലിക് ആക്കിയപ്പോൾ അതിനെ ടോർ പ്രൊജക്റ്റ് ഏറ്റെടുക്കുകയും പിന്നെ ടോർ പ്രൊജക്റ്റ് ആണ് അതിനെ പിന്നെ അങ്ങോട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. അപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്തത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആരും അറിയാണ്ട് കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാനാണ്. അപ്പോൾ അതിൻ്റെ അവരുടെ ഇന്റേണലുള്ള അപ്പോൾ ക്രിയേഷൻ എന്ന് പറയുന്നത് തന്നെ എന്തിനായിരുന്നു, അനോണിമിറ്റിക്ക് വേണ്ടിയിട്ടായിരുന്നു. നമ്മളുടെ ഇൻഫർമേഷൻ പുറത്ത് പോവാതെ മാക്സിമം പ്രൊട്ടക്റ്റഡ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കാൻ പറ്റണം. അപ്പോൾ അതേ കോൺസെപ്റ്റിനെ തന്നെയാണ് നമ്മളിത് പബ്ലിക്കിലേക്ക് വന്നപ്പോൾ ഓക്കെ നിങ്ങളുടെ പ്രൈവസി പ്രൊട്ടക്റ്റ് നിങ്ങൾക്ക് ഈ സാധനം ഉപയോഗിക്കാം, യൂസ് ചെയ്യാൻ, അതെ നമ്മളുടെ ഐഡന്റിറ്റി പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളത്. അപ്പോൾ അവിടെയാണ് പ്രശ്നം. കാര്യം എന്ത് വേണേലും ചെയ്യാം. ഒരു ക്രൈം ചെയ്യുന്ന ഒരാളുടെ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഐഡന്റിറ്റി ആണല്ലോ. അപ്പോൾ എൻ്റെ ഐഡന്റിറ്റി പുറത്തു പോകുന്നില്ല, എനിക്ക് എന്തും ചെയ്യാലോ. അവിടെയാണ്, അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഡാർക്ക് വെബ് ഇല്ലീഗൽ ആണെന്ന് പറയുന്നത്. കാര്യം അത് ഇല്ലീഗൽ ആവുന്നതല്ല, അത് ഉപയോഗിക്കുന്ന ആളുകൾ ഭൂരിഭാഗം ഇല്ലീഗൽ ആക്കുന്നതാണ്. അതെ, ശരിക്കും അത് ക്രിയേറ്റ് ചെയ്തതാണ് പർപ്പസ്. പക്ഷെ അത് ഉപയോഗിക്കുന്ന ആളുടെ ഐഡന്റിറ്റി പോകുന്നില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് പോകുന്നു. എന്തും ചെയ്യുന്നു. പ്രശ്നം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡാർക്ക് വെബിലും ആൾക്കാരെ പിടിക്കാൻ പറ്റും കേട്ടോ. ഡാർക്ക് വെബിലും ആൾക്കാരെ പിടിച്ചിട്ടുണ്ട്, പിടിക്കാൻ പറ്റുകയും ചെയ്യും. ഇപ്പോൾ പണ്ട് സിൽക്ക് റോഡ് എന്ന് പറഞ്ഞൊരു കേസുണ്ട്. ഡാർക്ക് വെബിനെ പറ്റി പറയുമ്പോൾ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കേസ് സ്റ്റഡിയാണ് സിൽക്ക് റോഡ്. സിൽക്ക് റോഡ് എന്ന് പറയുന്നത് പണ്ട് ഡ്രഗ്സ് സെല് ചെയ്യാനായിട്ട് ഉപയോഗിച്ചൊരു കോൺസെപ്റ്റാണ്. അതായത് ഇത് വളരെ രസകരമായൊരു കേസ് സ്റ്റഡിയാണ്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്രഗ്സ് നമ്മളിപ്പോൾ വാങ്ങുന്ന സമയത്ത് ഓൺലൈനിൽ ഈ പറയുന്ന ഡാർക്ക് വെബിൽ കൂടെ അന്ന് ആൾക്കാർ വാങ്ങിയ സമയത്തുള്ള ഒന്നാമത്തെ പ്രശ്നം ഐഡന്റിറ്റി ഇല്ലല്ലോ. ഇതിപ്പോൾ ആരുടെ വാങ്ങുന്നു, ആര് വാങ്ങുന്നു എന്നുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫർമേഷൻ ഇല്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു $10 കൊടുത്തൊരു പെർട്ടിക്കുലർ ഡ്രഗ് വാങ്ങുകയാണെന്ന് കരുതും. ഞാനിത് ആരുടെ നിന്നാണ് വാങ്ങുന്നത് എനിക്കറിയില്ല. കാര്യം അയാളുടെ ഐഡന്റിറ്റി ആർക്കാ കൊടുക്കുന്നതെന്ന് അറിയില്ല. ഇപ്പോൾ ഞാൻ ഈ $10 കൊടുത്തു, ഇയാൾ ഇന്ന് എനിക്ക് സാധനം തന്നില്ല, ഞാൻ ആരോട് ചോദിക്കും? എന്തായാലും ഗവൺമെന്റ് ഇപ്പോൾ പോലീസ് പോയി പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് ആരോട് ചോദിക്കാനായിട്ട് അയാൾ ആരാണെന്ന് എനിക്കറിയില്ല. കാര്യം ഇതിൽ പൈസ ട്രാൻസാക്ട് ചെയ്യുന്നതെല്ലാം ബിറ്റ് കോയിനും അങ്ങനെ ക്രിപ്റ്റോ കറൻസീസ് ആണ്. അപ്പോൾ ഒരു ബാങ്ക് അക്കൗണ്ട് ഒന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇത് ഞാൻ പൈസ കൊടുത്തിട്ട് സാധനം കിട്ടിയില്ല, എനിക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന സമയത്ത് സിൽക്ക് റോഡ് ഓഫർ ചെയ്തൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, സിൽക്ക് റോഡ് എസ്ക്രോ വാലറ്റ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഓഫർ ചെയ്തു. എസ്ക്രോ വാലറ്റ്സ് ഇപ്പോൾ വളരെ കോമൺ ആണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാലറ്റ് എന്ന് പറയുന്നത് ശരിക്കും ഞാനൊരു $10 കൊടുക്കുകയാണെന്ന് വെച്ചു. ഈ $10 ശരിക്കും ഡയറക്റ്റ്ലി അയാളുടെ അക്കൗണ്ടിലേക്ക് പോകുന്നതിന് പകരം ഇതൊരു വാലറ്റിൽ പോയി കിടക്കും. അപ്പോൾ ഈ വാലറ്റിൽ $10 ഉണ്ടെന്നുള്ള അയാൾക്കും കാണാം, വെബ്സൈറ്റിൻ്റെ അഡ്മിനും കാണാൻ പറ്റും, എനിക്കും കാണാൻ പറ്റും. അപ്പോൾ ഇയാൾക്ക് കാണാമല്ലോ പൈസ വന്നു എന്നുള്ളത്. അപ്പോൾ ഇയാൾ എനിക്ക് സാധനം അയച്ചു തരും. സാധനം അയച്ചു തന്നതിന് ശേഷം മാത്രമേ ഈ വാലറ്റിൽ നിന്ന് ഇയാളുടെ കയ്യിലേക്ക് കാശ് പോവുള്ളൂ. അപ്പോൾ സാധനം എത്തിയെന്നുള്ളത് ഉറപ്പിച്ചിട്ട് മാത്രമേ ഇത് അങ്ങോട്ടേക്ക് പോവുള്ളൂ. ഇനി എനിക്ക് സാധനം കിട്ടിയില്ല എന്ന് വെച്ചോ, എനിക്ക് എന്ത് ചെയ്യും, അഡ്മിനോട് കംപ്ലയിൻറ്റ് കൊടുക്കാം, എനിക്ക് സാധനം കിട്ടിയില്ല എന്ന്. അപ്പോൾ അഡ്മിൻ എന്ത് ചെയ്യും, ചെക്ക് ചെയ്തിട്ട് സാധനം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ പൈസ എനിക്ക് തിരിച്ചു തരും. അതായത് ഞാനൊരു സാധനം വാങ്ങിയാൽ എനിക്ക് കിട്ടും എന്നുള്ള ഉറപ്പാണ്, ഇല്ലെങ്കിൽ എനിക്ക് റീഫണ്ട് കിട്ടും. അപ്പോൾ സെക്യൂരിറ്റി എന്ന് പറയുന്ന നല്ലൊരു ഒരു കോൺഫിഡൻസ് ആയല്ലോ. അങ്ങനെ വന്നപ്പോൾ ഡ്രഗിൻ്റെ യൂസേജ് വളരെയധികം കൂടി. അതായത് ഒരുപാട് ആൾക്കാർ വാങ്ങാൻ തുടങ്ങി സിൽക്ക് റോഡിൽ കൂടെ. അവസാനം അതിൻ്റെ ക്രിയേറ്റർ വില്യം അൽബ്രിച്ച് റോസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഇന്റർമീഡിയറ്റ് ക്രിയേറ്റ് ചെയ്ത സിൽക്ക് റോഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത ആൾ. അത് അയാളാണ് വില്യം അൽബ്രിച്ച് റോസ് എന്ന് പറയും. അപ്പോൾ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. ഇദ്ദേഹത്തെ FBI ഏകദേശം ഒരു 3-4 വർഷത്തോളം എടുത്തു ഇത് കണ്ടുപിടിക്കാനായിട്ട്. ശരിക്കും ഇന്റർപോളിന് ഒരു വിഭാഗം തന്നെ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഈ ഡാർക്ക് വെബ് റിലേറ്റഡ് ആയിട്ടുള്ള ക്രൈംസിന് വേണ്ടിയിട്ട്. അപ്പോൾ FBI അതിന് പുറകെ ഒരു 3-4 വർഷത്തോളം പണിയെടുത്തു. അങ്ങനെ പണിയെടുത്ത് അവസാനം കണ്ടുപിടിച്ചു, അറസ്റ്റ് ചെയ്തു. 90 വർഷത്തേക്ക് ജയിലിലിട്ടിരിക്കുകയാണ്. 90 വർഷത്തേക്ക് ഇപ്പോൾ അദ്ദേഹം പുള്ളിക്ക് വേണ്ടിയിട്ട് പുള്ളി ഒരു 22-ാം വയസ്സിലെ മറ്റാണ് പിടിക്കുന്നത്. 90 വർഷത്തേക്ക് ജയിലിലിട്ടിരിക്കുകയാണ് പുള്ളിയുടെ ജീവിതം അതോടുകൂടി തീർന്നിട്ട്. അപ്പോൾ ഞാനിത് പറഞ്ഞതിൻ്റെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഡാർക്ക് വെബ് ഉപയോഗിച്ചാൽ പിടിക്കില്ല എന്നൊരു കോൺഫിഡൻസ് വേണ്ട, പിടിക്കാനുള്ള സാധ്യത അവിടെയുണ്ട്. വേണമെങ്കിൽ പിടിക്കാം. പക്ഷേ പലപ്പോഴും അതിന് പുറകെ പോകാത്തത് അത്രയും സീരിയസ് ആയിട്ടുള്ള ക്രൈം അല്ലാത്തതുകൊണ്ടാണ്. ഇപ്പോൾ ചെറിയ ക്രൈമിനൊക്കെ വേണ്ടിയിട്ട് ഇത്രയും റിസോഴ്സ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ലെങ്കിൽ അവരതിന് നിൽക്കില്ല. പക്ഷേ ഇദ്ദേഹത്തെ പിടിച്ചത് വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നമായിരുന്നു. അത് US എക്കണോമിയെ തന്നെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഡ്രഗിൻ്റെ യൂസേജ് കൂടിയപ്പോഴാണ് ഇതിന് പുറകെ ശരിക്കും പോയത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഡാർക്ക് വെബ് ഉപയോഗിക്കുമ്പോൾ പിടിക്കില്ല എന്നുള്ള ഒരു കംപ്ലീറ്റ് കോൺഫിഡൻസിലൊന്നും ഇരിക്കേണ്ട. പിടിച്ചിട്ടുണ്ട്, പിടിക്കാറുമുണ്ട്. അതിപ്പോഴും ഒരുപാട് പേര് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിടിക്കപ്പെടാനുള്ള സാധ്യതകൾ എപ്പോഴും ഉണ്ട്. അപ്പോൾ ഒരിക്കലും കംപ്ലീറ്റ്ലി ആൾക്കാരെ പിടിക്കില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് വെച്ചുകൊണ്ട് ഇന്റർനെറ്റിലെ ഒരു സാധനം പറയാൻ പറ്റില്ല, നമ്മൾ കംപ്ലീറ്റ്ലി നമ്മളൊരു ലൂപ്പോളുണ്ട്. കാര്യം അവിടെയാണ് ടോറിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ കാണിക്കാം. നമുക്കൊരു ഇവിടെ നമുക്ക് ടോർ പ്രൊജക്ട്, ഇവിടെ നമുക്ക് ഡൗൺലോഡ് ടോർ ബ്രൗസർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ഫോണിലോ
അവിടെ നിന്ന് വേണമെങ്കിൽ എടുക്കാം. ക്രോം ഡൗൺലോഡ് ചെയ്യുന്ന സെയിം ഒരു ബ്രൗസർ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു സാധനം. അപ്പോൾ നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് ബ്രൗസർ ഡൗൺലോഡ് ചെയ്യാം. ദെൻ ആഫ്റ്റർ ദാറ്റ് ഞാൻ ടോർ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഞാനതൊന്ന് ഓപ്പൺ ചെയ്യും. ഇപ്പോൾ ടോർ ബ്രൗസർ ഇതാണ് നമ്മൾ ടോർ ബ്രൗസർ ഓപ്പൺ ചെയ്ത് ആദ്യം വരുന്നൊരു പേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോർമലി ഇവിടെ ഞാനിപ്പോൾ ടോറിൽ കണക്റ്റഡ് ആണ് എന്ന് പറഞ്ഞ് കാണാം. ഇപ്പോൾ ഇവിടെ ടോർ ഓപ്പൺ ആയി. ഇനി നമുക്കൊരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാം. നമുക്ക് google.com ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ദെൻ ടോർ ബ്രൗസർ നോർമലി ഒരു ബ്രൗസർ യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രൗസർ തന്നെയാണ് കേട്ടോ. നമുക്ക് google.com ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. സോ google.com ഓപ്പൺ ആയി. അപ്പോൾ ഇവിടെ google.com ഓപ്പൺ ആകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം, ഇത് ഇംഗ്ലീഷിലല്ല, റൈറ്റ്. ഇതിൻ്റെ ലാംഗ്വേജ് ഇംഗ്ലീഷ് അല്ല, ഇത് മറ്റേതോ ഒരു ലാംഗ്വേജിലാണ്. ഇതിപ്പോൾ മോസ്റ്റ്ലി ഇത് ലാംഗ്വേജ് ഇവിടെ എഴുതിയാൽ ഇറ്റാലിയാന്നാണ്. അപ്പോൾ ഇറ്റാലിക് ലാംഗ്വേജിലാണ്. ഗൂഗിൾ ഓപ്പൺ ചെയ്ത് ടോറിൻ്റെ ബ്രൗസറിനകത്താണ് നമ്മൾ ഗൂഗിൾ ഓപ്പൺ ചെയ്തത്. ഇനി ഇത് ഞാൻ ഗൂഗിൾ നോർമൽ ബ്രൗസറിലൊന്ന് ഓപ്പൺ ചെയ്യും. ഇപ്പം നോർമൽ ബ്രൗസറിൽ ഞാൻ നോർമൽ ബ്രൗസറിൽ google.com ഓപ്പൺ ചെയ്തു. google.com ഇവിടെ ഇന്ത്യ എന്ന് പറഞ്ഞ് കാണാം. പക്ഷേ അതേസമയം ഞാനിവിടെ നോക്കുമ്പോൾ ടോറിൻ്റെ ബ്രൗസറിൽ നോക്കുമ്പോൾ ഇറ്റാലിയ എന്ന് പറഞ്ഞു കാണാം. സോ ആ ലൊക്കേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന നമുക്ക് കാണാം. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ടോറിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അതായത് ഇവിടെയാണ് ടോറിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് നമ്മൾ നോക്കുക. ടോറിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമ്മളിവിടെ ടോറിൻ്റെ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഒരു സർക്യൂട്ട് കാണാം. ടോർ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ കാണാം. ഇവിടെ കാണാൻ പറ്റുന്ന ആ സർക്യൂട്ട് നോക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ സർക്യൂട്ട് എന്ന് നോക്കുക. ഇപ്പോൾ google.com-ലേക്ക് എൻ്റെ ബ്രൗസറിൽ നിന്ന് നോർമലി ഡയറക്റ്റ്ലി ഗൂഗിളിലേക്കാണ് റിക്വസ്റ്റ് പോകുന്നത്. ആദ്യം ഇവിടെ നിന്ന് എൻ്റെ സിസ്റ്റത്തിൽ നിന്ന് നേരെ ഗൂഗിളിലേക്കാണ് നോർമലി പോകും. ഇപ്പോൾ ഈ ബ്രൗസർ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ഇന്ത്യ ആണെന്ന് കാണാം. കാരണം ഇത് എൻ്റെ സിസ്റ്റത്തിൽ നിന്ന് നേരെ ഗൂഗിളിൻ്റെ സെർവറിലേക്കാണ് ഇതിൽ പോയേക്കുന്നത്. ഗൂഗിളിൻ്റെ സെർവറിലേക്കാണ് ഇവിടെ നേരെ ഗൂഗിളിൻ്റെ സെർവറിൽ, ഇന്ത്യയിലുള്ള സെർവറിൽ, അല്ലെ എൻ്റെ കമ്പ്യൂട്ടറിൽ നേരെ അങ്ങോട്ടേക്ക് എത്തി. അപ്പോൾ എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ IP അഡ്രസ്സും ബാക്കിയുള്ള ഇൻഫർമേഷൻസും ഒക്കെ വെച്ചിട്ട് ഗൂഗിൾ മനസ്സിലാക്കി ഞാൻ ഇന്ത്യയിലാണ്. അപ്പോൾ എൻ്റെ ഇന്ത്യൻ ആയിക്കോട്ടെ. ഇപ്പോൾ ഞാൻ എൻ്റെ IP അഡ്രസ്സ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ മൈ IP ലൊക്കേഷൻ ഒന്ന് സെർച്ച് ചെയ്യും. എൻ്റെ IP അഡ്രസ് ലൊക്കേഷൻ നമുക്ക് ഇവിടെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇവിടെ എൻ്റെ IP അഡ്രസ്സ് കാണാം. ഇതാണ് എൻ്റെ IP അഡ്രസ്സ്. എൻ്റെ ISP PKR പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു ISP ആണ്. സിറ്റി എറണാകുളമാണ്. ഞാൻ ഇപ്പോൾ കറൻ്റ് എറണാകുളത്താണല്ലോ, എറണാകുളമാണ് എന്നുള്ള ഇൻഫർമേഷൻസ് എല്ലാം കിട്ടി. ഇതെൻ്റെ IP അഡ്രസ്സിനെ ബേസ് ചെയ്തിട്ട് കിട്ടി. അപ്പോൾ എൻ്റെ IP അഡ്രസ്സ് ഇവിടെ കാണാം. IP അഡ്രസ്സ് വെച്ചിട്ട് പറഞ്ഞു ഞാൻ എറണാകുളത്താന്ന് പറഞ്ഞു. ഇനി ഇതേ കാര്യം നമ്മൾ ടോറിലാണ് ചെയ്യുന്നതെന്ന് വെച്ചു. ലെറ്റ്സ് മൈ IP ലൊക്കേഷൻ. ഞാൻ അതേ വെബ്സൈറ്റ് തന്നെ ഇവിടെ ഓപ്പൺ ചെയ്യാം. അപ്പോഴും ടോറിൽ ഗൂഗിൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ റോബോട്ട് വെരിഫിക്കേഷൻ എപ്പോഴും വരും. അതൊരു പ്രശ്നമാണ്. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ഗൂഗിളിൽ വരാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ DuckDuckGo ഒക്കെ ആണെന്നുണ്ടെങ്കിൽ DuckDuckGo ആണ് കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ബ്രൗസർ എന്ന് പറയുന്നത് ഈ ടോറിലൊക്കെ. DuckDuckGo ഗൂഗിൾ പോലെ തന്നെ മറ്റൊരു സെർച്ച് എഞ്ചിൻ ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്യും. ഇപ്പോൾ ഇവിടെ നമുക്ക് വാട്ട് ഈസ് മൈ IP, ഇതിലാകുമ്പോൾ ഈ വെരിഫിക്കേഷൻ ഇങ്ങനെ കാണിക്കില്ല. അതൊരു കാര്യം ഇത് ഗൂഗിളിൽ എപ്പോഴും ഇങ്ങനെ വെരിഫിക്കേഷൻ കുറേ ചെയ്ത് കഴിയുമ്പോൾ ഇത് കിട്ടും. പക്ഷേ എന്നാലും കുറേ ഇരുന്ന് ചെയ്യണം. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. സെയിം ഈ വെബ്സൈറ്റ് തന്നെ ഞാനിവിടെ ഓപ്പൺ ചെയ്യാം. ഞാനിവിടെ നമ്മളുടെ നേരത്തെ ഓപ്പൺ ചെയ്ത വെബ്സൈറ്റ് whatismyIPaddress.com എന്നുള്ളതാണ്. അത് തന്നെ നമുക്ക് ഇവിടെ എടുക്കാം. whatismyIPaddress.com ഇതെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ IP അഡ്രസ് ഇൻഫർമേഷനാണ് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ IP അഡ്രസ്സിൻ്റെ ഇൻഫർമേഷൻ കാണാം. ഇപ്പോൾ ഇവിടെ ഇൻഫർമേഷൻ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ലൊക്കേഷൻ എൻ്റെ IP അഡ്രസ് വന്നു. ലൊക്കേഷൻ നോക്കി കഴിഞ്ഞാൽ ഷൂമൻ പ്രൊവിൻസ്, ബൾഗേറിയ ആണ് കൺട്രി കാണിക്കുന്നത്. ബൾഗേറിയ എന്ന് പറഞ്ഞാൽ അതായത് എൻ്റെ ലൊക്കേഷൻ എൻറ്റയർലി മാറി. അതായത് ഞാനിപ്പോൾ എറണാകുളത്താണ്, കേരളത്തിലെ എറണാകുളത്താണ്, കൊച്ചിയിലാണ് കളിക്കുന്നത്. എനിക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ എറണാകുളമാണ് ലൊക്കേഷൻ എന്നുള്ള കറക്റ്റായിട്ട് കാണാം. പക്ഷേ എൻ്റെ ടോറിൽ കൂടെ നോക്കുമ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ബൾഗേറിയയിലാണ്. അപ്പോൾ ഇവിടെയാണ് ടോറ് നമ്മളുടെ ലൊക്കേഷനെ എൻറ്റയർലി മാറ്റുന്നുണ്ട്. ഇതെങ്ങനെയാണ് മാറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സർക്യൂട്ട് ബേസ് ചെയ്തിട്ടാണ്. ഇവിടെ ഒരു സർക്യൂട്ടിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം എൻ്റെ സിസ്റ്റത്തിൽ നിന്ന് ഡയറക്റ്റ്ലി ഈ വെബ്സൈറ്റിലേക്ക് റിക്വസ്റ്റ് പോകുന്നതിന് പകരം ഇത് ആദ്യം എസ്റ്റോണിയയിലെത്തി, അവിടെ നിന്ന് ഫിൻലൻഡിലെത്തി, അവിടെ നിന്ന് നെതർലാൻഡ്സിലെത്തി, അവിടെ നിന്നാണ് whatismyIPaddress.com-ലേക്ക് പോകുന്നത്. അതായത് പല കൺട്രീസിലുള്ള സെർവറുകളിലൂടെ റിക്വസ്റ്റ് കയറി എൻ്റെ വെബ്സൈറ്റിലെത്തി. whatismyIPaddress.com എന്ന് പറഞ്ഞ വെബ്സൈറ്റിലെത്തി. ഇതാണ് ടോറിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറഞ്ഞാൽ. അതാണ് ഒണിയൻ റൂട്ടിംഗ് എന്ന് പറയുന്നത്. ഒണിയൻ റൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉള്ളിൽ നമ്മൾ അത് അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഓരോ ലെയറുകൾ ഉണ്ടാവും. ഇതേപോലെ തന്നെയാണ് ഒണിയൻ റൂട്ടിംഗ് വർക്ക് ചെയ്യുന്നത്. അതായത് ഓരോ ലെയറുകൾ കഴിഞ്ഞാൽ അടുത്തൊരു ലെയർ ഉണ്ടാവും. അങ്ങനെ നോർമലി നമ്മളൊരു വെബ്സൈറ്റ് ഇങ്ങനെയുള്ള വെബ്സൈറ്റുകളൊക്കെ ഓപ്പൺ ചെയ്താൽ 3 ലെയറാണ് ഉണ്ടാവുക. അതാണ് ഈ 3 IP അഡ്രസ്സുള്ളത്. പക്ഷെ അതേസമയം നമ്മൾ ഒണിയൻ വെബ്സൈറ്റുകളുണ്ട്. ഒണിയൻ വെബ്സൈറ്റുകൾ എന്ന് പറഞ്ഞാൽ ഡോട്ട് ഒണിയൻ വരുന്ന വെബ്സൈറ്റുകളാണ്, അല്ലെങ്കിൽ ഡാർക്ക് വെബ് വെബ്സൈറ്റുകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെയുള്ള വെബ്സൈറ്റുകളാണെങ്കിൽ 3 ലെയറിന് പകരം 6 ലെയറുകൾ ഉണ്ടാവും. ഇതിൽ ഓരോ ലെയറിലുള്ള ഓരോ സെർവറുകൾ ഓരോ രാജ്യങ്ങളിലായിരിക്കും ഉണ്ടാവുക.
അതേപോലെ തന്നെ ആ ഓരോ സെർവറുകളിലേക്കുള്ള റിക്വസ്റ്റ് എല്ലാം എൻക്രിപ്റ്റഡ് ആയിരിക്കും, ഭയങ്കര എൻക്രിപ്ഷൻ ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബേസിക്കലി നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ അനോണിമിറ്റി, നമ്മുടെ ഐഡന്റിറ്റി പ്രൊട്ടക്ട് ചെയ്യുക. അനോണിമിറ്റിയെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ അത് ഇടയ്ക്ക് മാറുമോ നമ്മളെ IP അഡ്രസ് നമ്മൾ ഓരോ വെബ്സൈറ്റ് എടുക്കുമ്പോഴും മാറും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ സർക്യൂട്ട് whatismyipAddress.com ഞാൻ ഓപ്പൺ ചെയ്യുന്നു. ഇപ്പോൾ ഇത് വേറൊരു iplocation.net, iplocation.com, ഞാൻ 3 വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തു. ഇതൊരു വെബ്സൈറ്റ്, ഇത് വേറൊരു വെബ്സൈറ്റ്, ഇത് വേറൊരു വെബ്സൈറ്റ്. ഓക്കെ, ഇതിൽ ഓരോന്നിലും എൻ്റെ ലൊക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഓരോന്നിലായിരിക്കും. ഈ വെബ്സൈറ്റുകളിൽ ഓരോന്നിലും ഓരോ ലൊക്കേഷനിലായിരിക്കും ഞാൻ ഉണ്ടാവുക. ഇവിടെ വെരിഫിക്കേഷൻ ഉണ്ട്. ഓക്കെ, ഈ whatismyipAddress ഞാനുള്ളത് ബൾഗേറിയയാണ് എൻ്റെ ലൊക്കേഷൻ കാണാം. ഇനി ഈ വെബ്സൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ ലൊക്കേഷൻ ഫ്രാൻസ് ആണ്. ഈ വെബ്സൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ ലൊക്കേഷൻ വേറെ ആയിരിക്കും. അതിൽ രണ്ടിൽ നിന്ന് ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് ഓരോ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴും ഈ ടോറ് പല പല സെർവറുകളിൽ കൂടെയാണ് പോവുക. അപ്പോൾ ഇവിടെ ഞാനിവിടെ സെർവർ ഇപ്പോൾ ഫ്രാൻസിലല്ലേ, ഞാനിവിടെ സർക്യൂട്ട് നോക്കി കഴിഞ്ഞാൽ കാണാം എസ്റ്റോണിയ, സ്വിറ്റ്സർലൻഡ്, ദെൻ നെതർലാൻഡ്സ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ജർമ്മനി, സ്വീഡൻ, UAE, അവിടെ നിന്ന് ആ വെബ്സൈറ്റിലേക്ക്. അവിടെ നിന്ന് ഞാൻ ഈ വെബ്സൈറ്റിലേക്ക് നോക്കി കഴിഞ്ഞാലുള്ള സർക്യൂട്ട് ജർമ്മനി, അതായത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അതായത് ഓരോ വട്ടം നമ്മൾ ആ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിങ്ങനെ മാറും. ഇപ്പോൾ ഇവിടുത്തെ ലൊക്കേഷൻ നോക്കി കഴിഞ്ഞാൽ ഞാനിപ്പോൾ സാൻ ഫ്രാൻസിസ്കോ, കാലിഫോർണിയയിലാണുള്ളത്. അപ്പോൾ ഇങ്ങനെ എവിടെ നോക്കി കഴിഞ്ഞാൽ ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ജർമ്മനി, ഇതിങ്ങനെ സെർവറുകൾ മാറുകയാണ്, ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ലോഡാവുന്നതിനനുസരിച്ച് ആ സെർവറുകൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴും ഡാർക്കോപ്പ് ഇങ്ങനെ വെബ്സൈറ്റുകളെ മാറ്റിക്കൊണ്ടേയിരിക്കുക, അല്ലെങ്കിൽ ആ സെർവറിനെ മാറ്റിക്കൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് ഡാർക്കോപ്പ് ചെയ്യുന്ന ഒരു കാര്യം. അപ്പോൾ ഇതാണ് ഡാർക്കോപ്പിൻ്റെ ഒരു കാര്യം. അതായത് നമ്മളുടെ ലൊക്കേഷൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുള്ളത്. നമ്മളുടെ ഇൻഫർമേഷൻ എവിടെ എത്തില്ല, ആ വെബ്സൈറ്റിന് അറിയാനായിട്ട് സാധിക്കില്ല. ഈ വെബ്സൈറ്റുകൾക്കൊന്നും അറിയില്ല ഞാൻ എറണാകുളത്താണുള്ളത് എന്നുള്ളത് ടോറിൽ കൂടെ അവർക്ക് അറിയാനായിട്ട് സാധിക്കില്ല. ഇതാണ് പ്രൊട്ടക്ഷൻ്റെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത്തേന്ന് പറയുന്നത് ഇതിൽ പോകുന്ന എല്ലാ റിക്വസ്റ്റുകളും എൻക്രിപ്റ്റഡ് ആണ്. എൻക്രിപ്റ്റ് ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ അതങ്ങനെ പെട്ടെന്ന് കാണാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഇതിൽ ഓരോന്നിലും ഓരോ സെർവർ ആണല്ലോ, ആരാണ് ഈ സെർവറൊക്കെ മാനേജ് ചെയ്യുന്നത്? ഈ സെർവർ ആര്? ഇത് ഇപ്പോൾ ഒരു സെർവർ, ഇപ്പോൾ ജർമ്മനിയിൽ നിന്ന് അടുത്തൊരു സെർവർ, ഇതെല്ലാം ഓരോ സെർവറുകളാണല്ലോ. ആരാണ് ഈ സെർവറുകൾ മാനേജ് ചെയ്യുന്നത്? അതായത് ഇത് നമ്മളുടെ ഇതാണ് ടോറിൻ്റെ ഒരു ടോർ പ്രോട്ടോക്കോൾ എന്ന് വിളിക്കുന്നത്. പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ഓരോ ലൊക്കേഷൻസിന് ഒരു ലൊക്കേഷനിലേക്ക് പോകണം. ഇതിന് നമ്മൾ ടെക്നിക്കലി 3 ടേമുകളുണ്ട്: എൻട്രി നോഡ്, മിഡിൽ നോഡ്, എക്സിറ്റ് നോഡ് എന്ന് പറയും. എൻട്രി നോഡ് എന്ന് പറയുന്നത് നമ്മളുടെ ആദ്യത്തെയാണ്, ഗാർഡ് നോഡ് എന്നും വിളിക്കും. ആദ്യത്തെ ഈ ഗാർഡ് എന്ന് എഴുതിയേക്കുന്നതാണ് ആദ്യത്തെ, അതാണ് എൻട്രി നോഡ്. പിന്നെ മിഡിൽ നോഡ് ഉണ്ട് രണ്ടാമത്തേത്, മൂന്നാമത്തേത് നമ്മളുടെ നെതർലാൻഡ്സിൽ എന്ന് പറഞ്ഞാൽ കാണുന്നത് എക്സിറ്റ് നോഡ് എന്ന് പറയും. അപ്പോൾ ഈ 3 സെർവറുകളിൽ കൂടെ പോകണമെന്നുള്ളതാണ് ടോറിൻ്റെ ഒരു പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. ഇവിടെ ഈ 3 കാണുന്നത് .ONION എന്നുള്ള സൈറ്റ് ആകുമ്പോൾ അത് 6 ഉണ്ടോ? അത് .ONION എന്ന വെബ്സൈറ്റിലേക്ക് വരുമ്പോൾ 6 ഉണ്ടാവും. അതിപ്പോൾ ഞാനൊരു .ONION വെബ്സൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. .ONION വെബ്സൈറ്റ്, ഇതൊരു .ONION വെബ്സൈറ്റ് ആണ്. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഇവിടെ .ONION എന്ന് പറഞ്ഞ് ഇത് കാണാം. അപ്പോൾ ഇത് ഒരു ഡാർക്ക് വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ ഹിഡൻ വിക്കി എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ 3 കണ്ട് എസ്റ്റോണിയ, സ്വീഡൻ, ജർമ്മനി, ഈ 3 വന്നു. അതിനുശേഷം ഒണിയൻ സൈറ്റ് റിലേസ് എന്ന് പറഞ്ഞൊരു സാധനം കൂടെ കാണാം. ഈ ഒണിയൻ സൈറ്റ് റിലേസ് എന്ന് പറഞ്ഞാൽ ഈ സെർവറുകളെ പോലെ തന്നെ കുറേ സെർവറുണ്ട് അക്രോസ് ഗ്ലോബ്. ഏകദേശം ഒരു 8500ഓളം സെർവറുകൾ അക്രോസ് ഗ്ലോബ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും റാൻഡം ആയിട്ടുള്ള 3 സെലക്ട് ചെയ്തിട്ട് ആ 3 കൂടെ കയറിയിട്ടായിരിക്കും ഈ വെബ്സൈറ്റിലേക്ക്. അപ്പോൾ ആ റാൻഡമായിട്ട് കയറുന്ന ഏതാണെന്നുള്ളത് നമ്മളോടും പറയില്ല. rather than അതവിടെ ജസ്റ്റ് സൈറ്റ് റിലേസിനെ കാണിക്കുള്ളൂ. അപ്പോൾ നമുക്കറിയില്ല ഏതാണെന്നുള്ളത്. അപ്പോൾ അതവിടെ പ്രൊട്ടക്റ്റഡ് ആണ്. അപ്പോൾ ഇങ്ങനെ 3 സെർവറിൽ കൂടെ കയറിയിട്ട് വീണ്ടും ഒരു 3 സെർവറിൽ കൂടെ പോകും. അതിനുശേഷമാണ് എങ്ങോട്ടേക്ക് എത്തുക? ഒണിയൻ വെബ്സൈറ്റുകളിലേക്ക് എത്തുക. എന്നിട്ട് ഈ ഒണിയൻ വെബ്സൈറ്റിലേക്ക് നമ്മൾ കയറുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ നോർമൽ വെബ്സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ 3 നമ്മളുടെ ഹിഡൻ വെബ്സൈറ്റുകളാണ് അല്ലെങ്കിൽ ഒണിയൻ വെബ്സൈറ്റുകളാണെന്നുണ്ടെങ്കിൽ 6 ആണ് ഒണിയൻ സൈറ്റ് റിലേസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മളുടെ ഡാറ്റ പ്രൊട്ടക്റ്റഡ് ആവുന്ന ഡാർക്ക് വെബിൽ. ഇതാണ് ഡാർക്ക് വെബിൻ്റെ ഒരു കോൺസെപ്റ്റ്. ഇത് തന്നെയാണ് ഡാർക്ക് വെബിൻ്റെ ഒരു വീക്ക്നെസ്സും. കാര്യം ഈ സെർവറുകൾ ആര് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ സെർവർ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ സെർവറുകളാണ്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞു ഏകദേശം 8500ഓളം സെർവറുകൾ അക്രോസ് ഗ്ലോബ് ഉണ്ട്. 8500 സെർവർ ആര് മെയിൻറ്റെയിൻ ചെയ്യും? ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ടോർ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞ കമ്പനി, ഇപ്പോൾ ടോർ പ്രൊജക്റ്റ് എന്ന കമ്പനിയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു ഇവരാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പക്ഷേ ഇവർ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ്. ഇവർക്ക് ഇത്രയും
ഇത്രയും സെർവറുകൾ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പൈസ ഒന്നും ഇവരുടെ കയ്യിലില്ല. അതുകൊണ്ട് തന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്ന വോളണ്ടിയേഴ്സാണ്. അതായത് ടോർ വോളണ്ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ, ടോർ വോളണ്ടിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കോസിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. ഇപ്പോൾ NGO-യിലൊക്കെ ഇപ്പോൾ കോസിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾ, അതായത് പ്രൈവസി പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്. അപ്പോൾ ഗ്ലോബലി എല്ലാവരുടെയും പ്രൈവസി പ്രൊട്ടക്ട് ചെയ്യണം എന്ന് എൻ്റെ ഒരു ആഗ്രഹമാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ടോറിന് വേണ്ടിയിട്ട് ഞാനൊരു സെർവർ ഉണ്ടാക്കി ആ സെർവറിനെ ഞാനത് ടോറിലേക്ക് കൊടുക്കും. നമ്മള് ഇപ്പൊ നോർമലി NGOs ഇപ്പൊ കണ്ടുള്ള NGOs ഇപ്പൊ ചാരിറ്റി ഒക്കെ ചെയ്യുന്നവര് ഒരു താല്പര്യം ഇഷ്ടം കൊണ്ട് അതായത് അതിനകത്തൊന്നും പ്രത്യേകിച്ച് റിട്ടേൺസ് ഒന്നും ഉണ്ടാവില്ല. റാദർ ദാൻ സ്വന്തം കയ്യിൽ നിന്ന് പൈസ ഇറക്കിയിട്ടാണ് ഈ വോളണ്ടിയേഴ്സ് ഇത് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സെർവർ ഉണ്ടാക്കിയിടുന്നതിന് സെർവറിൻ്റെ കോസ്റ്റ് ഉണ്ട്, സെർവറിനായിട്ടൊരു കോസ്റ്റ് കൊടുക്കണം, സെർവറിന് എല്ലാ മാസവും പൈസ കൊടുക്കണം, അതിൻ്റെ ഇലക്ട്രിസിറ്റി ബാക്കിയുള്ള കോസ്റ്റൊക്കെ ഉണ്ട്. എന്നാലും ആ ബില്ലൊക്കെ സ്വന്തം കയ്യിൽ നിന്ന് കൊടുത്തിട്ട് ലോകത്തുള്ള ഒരുപാട് വോളണ്ടിയേഴ്സാണ് ഈ സെർവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സെർവറിനെ ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം. ഇപ്പോൾ ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് ഈ ടോറിൻ്റെ ഒരു വോളണ്ടിയർ ആയിരുന്നു, ടോർ പ്രൊജക്റ്റിൽ വോളണ്ടിയർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. ഇപ്പോൾ അത് ആക്ടിവായിട്ട് ഞാൻ വോളണ്ടിയർ ടെസ്റ്റിംഗ് ചെയ്യാറുണ്ട്, പക്ഷേ എന്നാലും ആക്ടിവായിട്ട് വോളണ്ടിയർഷിപ്പ് ഇല്ല. അപ്പോൾ അങ്ങനെ ആർക്ക് വേണമെങ്കിലും, ലോകത്തുള്ള ഏതൊരു വ്യക്തിക്ക് വേണമെങ്കിലും ടോറിലൊരു സെർവർ ഉണ്ടാക്കി കൊടുക്കാം, ആർക്ക് വേണമെങ്കിൽ കൊടുക്കാം. അങ്ങനെ കുറേ ആളുകൾ കൊടുത്തിട്ടുള്ള സെർവറുകളിൽ കൂടിയാണ് ടോർ ശരിക്കും പറഞ്ഞാൽ വർക്ക് ചെയ്യുന്നത്. അവരെന്തിന് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി അവർ താല്പര്യം കൊണ്ടായിരിക്കും, ഒരു കോസിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നത് മാത്രമാണ്, അല്ലാണ്ട് ആർക്കും അതിൽ നിന്നൊരു ഇൻകം ഒന്നും ജനറേറ്റ്. പിന്നെ ഡൊണേഷൻസ് പലപ്പോഴും പല വോളണ്ടിയേഴ്സും സ്വീകരിക്കാറുണ്ട്. ഡൊണേഷൻസ് ഇതിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ടോറിൽ ഡൊണേറ്റ് ചെയ്യാനൊക്കെ പറ്റും, അങ്ങനെ ചെയ്യും. പക്ഷേ ദ തിങ് ഈസ് ഇതൊരു കോസിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. പക്ഷേ അത് തന്നെ ഒരു വൾണറബിലിറ്റിയാണ് ടോറിൻ്റെ കാര്യം. ഇത് ആർക്കും ചെയ്യാം എന്ന് വെച്ചാൽ ഗവൺമെൻറ്റിനും ചെയ്യാം. അതായത് ഗവൺമെൻറ് ഏജൻസീസിനും എന്ത് ചെയ്യാം, ഇങ്ങനൊരു സെർവർ ഉണ്ടാക്കി ഇട്ട് കഴിഞ്ഞാൽ ആ സെർവറിൽ കൂടെ പോകുന്ന കമ്മ്യൂണിക്കേഷൻസ് ആർക്ക് കാണാൻ പറ്റും, ഗവൺമെൻറ്റിന് കാണാൻ പറ്റും. അപ്പോൾ ഈവൻ ദോ നമുക്ക് ഡാർക്ക് വെബിനെ ട്രേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിലും ഒരു സെർവർ സ്ലീപ്പർ സെല്ല് പോലെ നമ്മളൊരു സെർവർ ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ ആ സെർവറിൽ കൂടെ പോകുന്ന എനിക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് വോളണ്ടിയേഴ്സിനെ കാണാൻ പറ്റില്ല എന്നൊരു ചോദ്യം വരാം, തീർച്ചയായിട്ടും കാണാൻ പറ്റും. പക്ഷേ ഇത് തിങ്സ് ഈ ടോറിന് ബൈ ഡിഫോൾട്ട് ഒരു നോ ലോക്ക് പോളിസി ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കോസിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവരിത് റെക്കോർഡ് ചെയ്ത് വെക്കാൻ പോകുന്നില്ല. പക്ഷേ ഗവൺമെൻറ് ഏജൻസീസ് അങ്ങനെയല്ല. ഗവൺമെൻറ് ഏജൻസീസ് ഒരു 10 സെർവർ ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സെർവറിൽ കൂടെ നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ അവർക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റില്ല, അവർക്കത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലല്ലോ. പക്ഷെ അങ്ങനെ മോണിറ്റർ ചെയ്താലും കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും ഏകദേശം കുറേ പണിയെടുത്ത് കഴിഞ്ഞാൽ അത് കിട്ടാം. റിക്വസ്റ്റ് എൻക്രിപ്റ്റഡ് ആയിട്ടാണ് പോകുന്നത്. ഓരോ സെർവറുകളിൽ എത്തുമ്പോൾ ഡീക്രിപ്റ്റഡ് ആവും റിക്വസ്റ്റ്. ആ സെർവറിൽ നിന്ന് അടുത്ത സെർവറിലേക്ക് എങ്ങോട്ടേക്ക് പോകണമെന്നാണ് റിക്വസ്റ്റിലായിരിക്കും ഉണ്ടാവും. അപ്പോൾ ഡീക്രിപ്റ്റ് ചെയ്ത് പോകേണ്ട ആവശ്യമുണ്ട്. പക്ഷേ അത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, ഈ പറഞ്ഞ പോലെ അത്ര എളുപ്പമല്ല. പക്ഷേ ഈവെന്തോ അതിന് വേണ്ടിയിട്ട് പണി എടുത്തു കഴിഞ്ഞാൽ കിട്ടാത്ത സാധനമൊന്നുമല്ല, പണി എടുത്തു കഴിഞ്ഞാൽ അത് കിട്ടും. അപ്പോൾ ഗവൺമെൻറ് എടുക്കണം എന്ന് നിർബന്ധം പിടിക്കുന്ന ഒരു സാധനമാണെങ്കിൽ അവർ അതിന് പുറകെ ഇരിക്കും. അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഗവൺമെൻറ് ഏജൻസീസിന് ഈ ഡാർക്ക് വെബ് മോണിറ്ററിങ്ങിന് വേണ്ടിയിട്ട് മാത്രമുള്ള കുറേ സാധനങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളുടെ കേരള പോലീസിലായാലും ഇതിന് വേണ്ടിയിട്ട് മാത്രം പ്രൊഡക്റ്റുകൾ ഇറക്കിയിട്ടുണ്ട്. HackAPI എന്ന് പറഞ്ഞ കേരള പോലീസ് സൈബർ ഡോമിൻ്റെ ഒരു ഇവൻ്റ് ഉണ്ട്. HackAPIക്കകത്ത് കഴിഞ്ഞ വർഷത്തെ HackAPIയിൽ ഡാർക്ക് വെബ് ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ടൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി ഇറക്കിയിട്ടുണ്ട്. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. പക്ഷേ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് കേരള പോലീസ്, അങ്ങനെ എല്ലാ ഏജൻസീസിനുണ്ട്. നമ്മളുടെ ഇന്ത്യയിലെ ബാക്കിയുള്ള ഏജൻസീസിനും ഇന്റർപോൾ പോലുള്ള ഏജൻസീസിനും എല്ലാത്തിനും ഈ പറഞ്ഞ ഡാർക്ക് വെബിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റിഗേഷന് വേണ്ടി മാത്രം ഒരു വിഭാഗം വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ ദ തിങ് ഈസ് അങ്ങനെ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അവരിതിന് പുറകെ ഇരിക്കും, കണ്ടുപിടിക്കും ഒക്കെ ചെയ്യും. പക്ഷേ ഒരു പരിധി വരെയും ഈ പറയുന്ന ടോർ പ്രൊട്ടക്റ്റഡ് ആണ്. നമ്മളുടെ നോർമൽ ക്രോം അല്ലെങ്കിൽ സഫാരി അല്ലെങ്കിൽ അതുപോലുള്ള ബ്രൗസർ എടുക്കുന്നതിനെക്കാട്ടിലും ഒരു പരിധി വരെ പ്രൊട്ടക്റ്റഡ് ആണ് ഈ ടോർ എന്ന് പറഞ്ഞാൽ. കുറച്ചുകൂടെ ഒരു പരിധി വരെ പ്രൊട്ടക്റ്റഡ് ആണ് എന്ന് നമുക്ക് പറയാം. ഇങ്ങനെയാണ് ഡാർക്ക് വെബിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറഞ്ഞാൽ. ഇതിനകത്ത് വളരെ കോമൺ ആയിട്ടുള്ളൊരു സർവീസാണ് ഈ ഹിഡൻ വിക്കി എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ ലീഗലായിട്ട് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇല്ലീഗലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഒന്ന്, അതായത് ന്യൂയോർക്ക് ടൈംസിൻ്റെ സെക്യൂർ ഡ്രോപ്പ്. ഇത് ന്യൂയോർക്ക് ടൈംസിൻ്റെ സെക്യൂർ ഡ്രോപ്പാണ്. അതായത് ഇപ്പോൾ എനിക്ക് ഒരു ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റിയെ പറ്റി അറിയാം എന്ന് കരുതിക്കും. എനിക്കൊരു ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റിയെ പറ്റി ഇപ്പോൾ അറിയാം, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഇല്ലീഗലായിട്ടുള്ള കാര്യം ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരാളെ കൊന്നു, എനിക്ക് അതിനെപ്പറ്റിയുള്ള ഇൻഫർമേഷൻ അറിയാം. പക്ഷേ ഇത് ഞാൻ പത്രത്തിലോ പോലീസിനോടോ പറഞ്ഞാൽ എന്ത് സംഭവിക്കും? എനിക്കും ഒരു പ്രശ്നമാണ്. കാര്യം ഈ ചെയ്ത ആളെ എന്നെ അപായപ്പെടുത്താൻ ശ്രമിക്കാനും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഈ ഡാർക്ക് വെബിന് ഉപയോഗിക്കും. ഇപ്പോൾ ഇത് ന്യൂയോർക്ക് ടൈംസിൻ്റെ ഒരു ഡ്രോപ്പാണ്. അതായത് ഇവിടെ പോയിട്ട് എനിക്ക് സബ്മിറ്റ് ചെയ്യാം. ഞാനിവിടെ ഫസ്റ്റ് സബ്മിഷൻ ഉണ്ട്, ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാം, എനിക്ക് എന്താണ് ഇവരോട് പറയാനുള്ളത് എനിക്ക് ഇവരോട് പറയാം. പക്ഷേ എൻ്റെ ഐഡൻറ്റിറ്റി അവിടെ അവർക്കും അറിയില്ല,
ആർക്കും അറിയില്ല. അപ്പോൾ പിന്നെ എൻ്റെ ഐഡൻറ്റിറ്റി റിവീൽഡ് അല്ല. അങ്ങനെ എനിക്ക് ഡാർക്ക് വെബിനെ ഉപയോഗിക്കാം. ഇത് തന്നെ നമ്മളുടെ ന്യൂയോർക്ക് പോലീസിന് ഈ പറയുന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. അത് ഇതിനകത്ത് ലിങ്ക് ആയിട്ടില്ല, പക്ഷേ ന്യൂയോർക്ക് പോലീസിന് ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ഈ സെയിം കോൺസെപ്റ്റ് ഉണ്ട്. അതായത് നമുക്ക് എന്തെങ്കിലും ടിപ്പ് അവർക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഡാർക്ക് വെബ് ഉപയോഗിച്ച് കൊടുക്കുക, ടോറിൽ കൂടെ കൊടുക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ആരാണ് കൊടുത്തതെന്ന് പോലീസുകാർക്കും അറിയില്ല. ഈവൻ അവർ കണ്ടുപിടിക്കാൻ ശ്രമിച്ചാലും അത് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സെക്യൂർഡ് ആയിട്ട് ഇത് പറയാൻ പറ്റും. അതിനെ വിസിൽ ബ്ലോയിങ് എന്ന് പറയും. അങ്ങനെ ഒരു കോൺസെപ്റ്റിലൂടെ ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള പിന്നെ ഫേസ്ബുക്കിന് നമ്മളുടെ ഒഫീഷ്യൽ ഡാർക്ക് വെബ് വെബ്സൈറ്റ് ഉണ്ട്. ഫേസ്ബുക്കിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട്. അതായത് ഇതാണ് ഫേസ്ബുക്കിൻ്റെ ഒഫീഷ്യൽ ഡാർക്ക് വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഫേസ്ബുക്ക് ഒണിയൻ വെബ്സൈറ്റ്. ഇത് ഫേസ്ബുക്കിൻ്റെ ഒഫീഷ്യലാണ്. ഒഡിയൽ അഡ്രസ്സ് എന്നാണ് ഫേസ്ബുക്കിന് ഒഫീഷ്യലായിട്ടുള്ള ഒരു അഡ്രസ്സുള്ള. അതായത് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഐഡൻറ്റിറ്റി പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ക്യാൻ പ്രൊട്ടക്റ്റ് ഇറ്റ്. അതിന് വേണ്ടിയിട്ട് ഫേസ്ബുക്ക് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൊരു ഒണിയൻ സർവീസാണ് ഫേസ്ബുക്കിൻ്റെ വെബ്സൈറ്റ്. അപ്പോൾ അങ്ങനെ ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്. ഇപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇപ്പോൾ BBC ന്യൂസിന് അങ്ങനെ ഉണ്ട്, പിന്നെ അതുപോലെ പ്രോട്ടോൺ മെയിൽ ഉണ്ട്, പിന്നെ അതേപോലെ ഒരുപാട് ഈ പറയുന്ന ഐഡന്റിറ്റി കാണാൻ സൈറ്റ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. അതായത് ഇപ്പോൾ ഞാൻ ഏത് ലൊക്കേഷനിൽ നിന്ന് യൂസ് ചെയ്യുന്നു അറിയണ്ട, അല്ലെങ്കിൽ എൻ്റെ ഏത് ഡിവൈസിൽ നിന്ന് ഉപയോഗിക്കുന്നു അറിയണ്ട. അപ്പോൾ എനിക്ക് അങ്ങനെ യൂസ് ചെയ്യണം. ഇപ്പോൾ ഫേസ്ബുക്കിൻ്റെ ഈ ഒരു അഡ്രസ്സ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഫേസ്ബുക്കിനപ്പോൾ അറിയില്ല എൻ്റെ ഏത് ലൊക്കേഷനിൽ നിന്നാണ് ഞാൻ വരുന്നത്, അല്ലെങ്കിൽ ഏത് ഡിവൈസാണ് ഞാൻ ഉപയോഗിക്കുന്നതെന്ന് ഫേസ്ബുക്കിന് അറിയാൻ പറ്റില്ല. അങ്ങനത്തെ പ്രൊട്ടക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ എനിക്കിതുപോലെ ഒഫീഷ്യലായിട്ടുള്ള സർവീസുകൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരുപാട് ഒഫീഷ്യലായിട്ടുള്ള ലീഗലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഈ പറയുന്ന ഐഡൻറ്റിറ്റി പ്രൊട്ടക്റ്റഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. പക്ഷെ അത് ഉപയോഗിക്കുന്ന ആളുടെ ഒരു മാനസികാവസ്ഥ പോലെയാണ് എന്ത് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം, മോശം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. നല്ല കാര്യം എന്ന് പറയുമ്പോൾ ബേസിക്കലി നിങ്ങളുടെ പ്രൈവസി പ്രൊട്ടക്റ്റ് ചെയ്യാം, അനോണിമിറ്റി പ്രൊട്ടക്റ്റ് ചെയ്യാം. നിങ്ങളാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ടോറിൻ്റെ ഒരു ഇത് നോക്കും. ഇവിടെ നമ്മളിത് സ്ക്രീൻ സൈസ് നോക്കി, ഇവിടെ ഒരു കുറച്ച് ബ്ലാങ്ക് സ്പേസ് സൈഡിൽ കിടക്കുന്നതാണ്. ഇവിടെ കുറച്ച് ബ്ലാങ്ക് സ്പേസ് കിടക്കുന്നുണ്ടോ, ഇവിടെ ചെറിയൊരു വൈറ്റ് സ്പേസ് സൈഡിലായിട്ട് ഉണ്ടാവും. അതായത് ഫുൾ സ്ക്രീനിലേക്ക് അത് വരില്ല, പകരം ഒരു ചെറിയ സ്പേസ് ഇവിടെ എന്തായാലും ഉണ്ട്. അത് നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് കാണണമെങ്കിൽ എനിക്കൊന്ന് കളർ ഇത് കണ്ടോ, ഇവിടെ ഒരു സ്ക്രീൻ സൈസ് ഇത്രയും വരുള്ളൂ. ഇത് കഴിഞ്ഞിട്ടൊരു ചെറിയ വൈറ്റ് സ്പേസ് ഇവിടെ ഉണ്ട്. ഈ വൈറ്റ് സ്പേസ് ഇവിടെ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സ്ക്രീനിൻ്റെ സൈസ് വെച്ചിട്ട് നമ്മൾ ഏത് ഡിവൈസ് ഉപയോഗിക്കുന്ന ഒരാൾക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇത് ഫുൾ സൈസ് ആണെന്നുണ്ടെങ്കിൽ ആ സ്ക്രീനിൻ്റെ സൈസ് വെച്ച് ഇതൊരു ലാപ്ടോപ്പ് ആണ്, അല്ലെങ്കിൽ ഇതൊരു കമ്പ്യൂട്ടറാണ്, ഇതൊരു മൊബൈൽ ഫോൺ ആണ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ടോറ് അങ്ങനെ പോലെ നമ്മളുടെ ഇൻഫർമേഷൻ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ടോർ എന്ത് ചെയ്തു, വിൻഡോസിൻ്റെ സൈസ് ഇത്രയാക്കി വെച്ചു. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ലാപ്ടോപ്പ് ആണോ അല്ലെങ്കിൽ ഒരു സ്ക്രീൻ സൈസ് ഉണ്ടാവുമല്ലോ, ആ സ്ക്രീൻ സൈസ് വെച്ചിട്ട് അതിനെ ഐഡൻറ്റിഫൈ ആയിരിക്കും. അപ്പോൾ ഞാൻ പറയുന്നത് അത്രയും മൈന്യൂട്ടായിട്ടുള്ള കാര്യത്തെ പോലും ടോറ് പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു പരിധിവരെ അത് പ്രൊട്ടക്റ്റഡ് ആണെന്ന് പറയാം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സീരിയസ് ആയിട്ടുള്ള ക്രൈം ആണെന്നുണ്ടെങ്കിൽ എടുക്കേണ്ടവർക്ക് എടുക്കാം. അത് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റില്ല എന്നല്ല. പക്ഷെ അത് ബുദ്ധിമുട്ടുണ്ട് അതിൻ്റെതായ. ഇപ്പോൾ പല രാജ്യങ്ങളിലുള്ള സെർവറുകളിൽ നിന്ന് ഡാറ്റ എടുക്കണമെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്, ഒരുപാട് റിസോഴ്സ് വേണ്ടി വരും. പക്ഷേ വേണമെങ്കിൽ ചെയ്യാം. ദാറ്റ്സ് ഓൾവേസ് എ പോസിബിലിറ്റി. അങ്ങനെ നമുക്കൊരിക്കലും ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ഡാർക്ക് വെബിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഈ പറയുന്ന പോലെ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഡാർക്ക് വെബിൽ കയറി എന്ന് പറയുമ്പോൾ ഭയങ്കര വലിയ സംഭവമാണ്. അപ്പോൾ ഡാർക്ക് വെബിൽ പല പ്രത്യേകിച്ചും ചെയ്യാനില്ല, പക്ഷേ കയറി എന്ന് പറയുന്ന വലിയ സംഭവമാണെങ്കിൽ പ്രത്യേകിച്ചും ചെയ്യാനില്ല, ദായത്രമുള്ളൂ ചെയ്യാനായിട്ട്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഡാർക്ക് വെബിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഡാർക്ക് വെബ് എന്ന് പറയുന്ന ഒരു വ്യത്യസ്തമായ കോൺസെപ്റ്റാണ്. നമ്മൾ നോർമലിയുള്ള വെബ്സൈറ്റുകൾ പോലെ അല്ല ഇത്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ ഓണിയൻ വെബ്സൈറ്റുകളുടെ ഒരു പ്രത്യേകത, ഇത് നമുക്ക് ടോറിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡാർക്ക് വെബ് റിലേറ്റഡ് ആയിട്ടുള്ള ഈ ടോർ പോലുള്ള മറ്റുള്ള ബ്രൗസറിൽ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ടോർ അല്ലാതെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഞാൻ ഇതേ ലിങ്കിനെ തന്നെ ഞാൻ നമ്മളുടെ നോർമൽ ബ്രൗസറിലൊന്ന് ഓപ്പൺ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഞാനിതേ നമ്മളുടെ ഒണിയൻ വെബ്സൈറ്റാണ്, .onion വെബ്സൈറ്റിൻ്റെ ഞാനിവിടെ നോർമൽ വെബ്സൈറ്റിൽ ഇതെൻ്റെ .onion ആണ്. ഇത് നമ്മൾക്ക് ടോറിൽ ഓപ്പൺ ആവും. ഇത് ഞാൻ നോർമൽ വെബ്സൈറ്റിൽ ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് കാണിക്കുന്നത്, ഓപ്പൺ ആവില്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നോർമൽ ബ്രൗസറുകൾ വർക്ക് ചെയ്യുന്ന രീതിയും ടോർ ബ്രൗസർ വർക്ക് ചെയ്യുന്ന രീതിയും രണ്ടാണ്. രണ്ട് ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോളുകൾ ഡിഫറെൻ്റ് ആണ്. രണ്ടിൻ്റെ വർക്കിംഗ് കോൺസെപ്റ്റ് തന്നെ എൻ്റയർലി ഡിഫറെൻ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. രണ്ടും ഒരേ രീതിയിലല്ല വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് ഇവിടെ ഓപ്പൺ ആകാത്തത്. പക്ഷേ ആ വെബ്സൈറ്റ് ഇവിടെ ഓപ്പൺ ആയി. ഇപ്പോൾ ഈ സെയിം വെബ്സൈറ്റ് നമുക്ക് വേണമെങ്കിൽ നമ്മളുടെ ടോറിൽ ഇത് യാതൊരുവിധ പ്രശ്നമില്ലാണ്ട് തന്നെ ടോറിൽ ഇത് ഓപ്പൺ ആവുന്നതായിട്ട് നമുക്ക് കാണാം. ടോറിൽ ഇത് യാതൊരു കുഴപ്പമില്ലാണ്ട് തന്നെ ഇത് ഓപ്പൺ ആവുന്നതായിട്ട് നമുക്ക് കാണാം. അതോടെ ഓപ്പൺ ആവും. ദാറ്റ്സ്. അപ്പോൾ ഇങ്ങനൊരു വ്യത്യാസം ഈ പറയുന്ന നമ്മളുടെ ലൈക്ക് ടോർ വെബ്സൈറ്റുകൾക്കുണ്ട്. ടോർ വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ .onion വെബ്സൈറ്റുകൾ ടോർ പോലുള്ള സോഫ്റ്റ്വെയറുകൾ, ടോർ പോലെ തന്നെ ഒരുപാട് സോഫ്റ്റ്വെയർ ഉണ്ട്. ടോറിന് ഈക്വലൻ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുണ്ട്. അതേപോലുള്ള സോഫ്റ്റ്വെയറുകളിൽ മാത്രമേ വർക്കാവുള്ളൂ, നോർമൽ ബ്രൗസറിൽ വർക്കാവില്ല. കാര്യം ഇതിൻ്റെ പ്രൊട്ടക്ഷൻ തന്നെയാണ്. കാര്യം ഇതിൻ്റെ വർക്കിംഗ് കോൺസെപ്റ്റ് ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ.
പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എനിക്കിവിടെ കാണുന്ന ഈ സർക്യൂട്ട് ഉണ്ടല്ലോ, ഈ ഒരു സർക്യൂട്ട് എനിക്കിത് ഇപ്പോൾ എസ്റ്റോണിയ, ഫിൻലൻഡ്, നെതർലാൻഡ്സ് ഇത് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ ന്യൂ ടോർ സർക്യൂട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാനത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ സെർവറുകളെല്ലാം മാറി. എൻ്റെ സെർവറുകളെല്ലാം മാറിയപ്പോൾ ആ വെബ്സൈറ്റിലേക്ക് പോകുന്ന റിക്വസ്റ്റ് കാര്യങ്ങളെല്ലാം അവിടെ മാറി. ഈ വെബ്സൈറ്റ് അപ്പോഴും എൻ്റെ ഡാറ്റ ബുൾഗേറിയ കാണിക്കും, കാര്യം കുക്കീസ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈ അഡ്രസ്സ് മാറ്റണമെന്നുണ്ടെങ്കിൽ, എനിക്ക് ലൊക്കേഷൻ മാറ്റണമെന്നുണ്ടെങ്കിൽ എനിക്കിങ്ങനെ ലൊക്കേഷൻ മാറ്റാനായിട്ട് പാത്ത് ഇങ്ങനെ മാറി. അപ്പോൾ സെർവറുകൾ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മാറ്റാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. കാര്യം ഇതിൻ്റെ ഇങ്ങനെയാണ് നമ്മളുടെ ഡാർക്ക് വെബ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വർക്ക് ചെയ്യുന്നത്. ദിസ് ഇസ് ഹൗ ഇറ്റ് വർക്ക്സ്. അപ്പോൾ ഡാർക്ക് വെബിലുള്ള ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ ഈ കാണുന്ന ഹിഡൻ വിക്കിയൊക്കെയാണ് ഡാർക്ക് വെബിലുള്ള ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഇത് ആക്സസ് ചെയ്യണമെങ്കിൽ എനിക്ക് ടോർ പോലുള്ളൊരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചേ പറ്റുള്ളൂ. നോർമലി ആക്സസ് ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റില്ല. അതാണ് ഡാർക്ക് വെബിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇരുട്ടത്ത് നമുക്ക് എന്തെങ്കിലും കാണണമെങ്കിൽ ലൈറ്റ് ഉണ്ടല്ലോ, ഒരു അഡീഷണൽ സപ്പോർട്ട് വേണ്ടിയിട്ട്. അതേപോലെ അഡീഷണൽ സപ്പോർട്ടാണ് ടോർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് മാത്രമേ നമുക്ക് ഡാർക്ക് വെബ് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു തുടങ്ങിയ സർഫസ് വെബ് എന്ന് പറയുന്നതും ഡീപ്പ് വെബ് എന്ന് പറയുന്നതും നമുക്ക് എന്ത് ഉപയോഗിച്ചും കാണാം. ഇപ്പോൾ നമുക്ക് ഗൂഗിൾ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഫോൺ ഉപയോഗിച്ചോ ബ്രൗസറിന്റെ കണക്ട് ചെയ്യാൻ ഒരു അത് മാത്രം മതി. അതെ. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു ഡാർക്ക് വെബ് ഇത് എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സാധനം. ഇതൊരു നമുക്കൊരു പ്രത്യേക സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ സാധനം ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ആക്സസ് ചെയ്തിട്ട് പ്രത്യേകിച്ച് ചെയ്യാനില്ല, ഇത് തന്നെയാണ്. പിന്നെ യു ക്യാൻ എക്സ്പ്ലോർ ബാക്കിയുള്ളത്. ഇതിനകത്ത് സെർച്ച് എഞ്ചിനുകൾ ഡാർക്ക് വെബിലില്ല, പകരം ഇൻട്രൊഡക്ഷൻ പോയിന്റ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റാണ്. ഇപ്പോൾ ഡാർക്ക് വെബിൽ ഗൂഗിൾ എന്ന് പറയുന്നത് ഇതാണ്, ahmiya.fi എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റാണ്. ahmiya.fi ഇതാണ് ഡാർക്ക് വെബിൻ്റെ ഗൂഗിൾ എന്ന് പറയാൻ പറ്റുന്നത്. അതായത് ഇതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഡാർക്ക് വെബിലെ ലിങ്കുകളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അഹ്മിയയിൽ കയറിയിട്ട് കഴിഞ്ഞാൽ സെർച്ച് ചെയ്യുന്ന ഇതിൽ നിന്നാണ് സാധാരണ ഗൂഗിൾ സെർച്ച് ചെയ്യുന്നത്. അതേപോലെ ഇതിൽ സെർച്ച് ചെയ്യുക. അവിടെ നമ്മൾ ഗൂഗിളിനെ സെർച്ച് എഞ്ചിൻ എന്നാണ് വിളിക്കുന്നതെങ്കിൽ ഡാർക്ക് വെബിലേക്ക് വരുമ്പോൾ ഇതിനെ ഇൻട്രൊഡക്ഷൻ പോയിന്റുകൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് സെർച്ച് ചെയ്താലും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലൈബ്രറി അല്ലെങ്കിൽ ബുക്സ് എന്ന് സെർച്ച് ചെയ്തെന്ന് വെച്ചോ. ബുക്സ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബുക്കുകൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ലൈക്ക് എന്താ പറയുക വെബ്സൈറ്റുകളെ പറ്റി കാണിക്കും. ഇപ്പോൾ ഇത് ഈ വെബ്സൈറ്റുകൾ ഇപ്പോൾ എല്ലാ വെബ്സൈറ്റുകളും ആക്റ്റീവ് ആവണമെന്നില്ല, ചില വെബ്സൈറ്റുകളൊക്കെ ആക്റ്റീവ് ആവുള്ളൂ. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന പോലെ ഇരിക്കുക ആ വെബ്സൈറ്റുള്ളതുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ. ഇങ്ങനെയാണ് നമ്മൾ ഡാർക്ക് വെബിനെ ആക്സസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡാർക്ക് വെബിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ നമ്മൾ കേൾക്കുന്ന ഒരു സാധനമാണ് ഇപ്പോൾ വോഡഫോൺ, ഐഡിയ, ജിയോ, BSNL ഇങ്ങനെയുള്ള കുറേ പ്ലാറ്റ്ഫോംസ്. നമ്മൾ അതിൻ്റെ സിം കാർഡ് എടുത്തിട്ടാണോ നമ്മൾ അതിലോട്ടാണല്ലോ റീചാർജ് ചെയ്യുന്നത്. അതെ. അപ്പം അതിൻ്റെ ഒരു വർക്കിംഗ് എന്താ, ഈ ഒരു വോഡഫോൺ, ഐഡിയ അല്ലെങ്കിൽ ആ സിം കാർഡ് അതിലോട്ടുള്ള റീചാർജ് അതെങ്ങനെ ഇവിടെ നടക്കുന്നത്? ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വോഡഫോൺ, ഐഡിയ ഇവരെയൊക്കെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്. ഇവരെയൊക്കെ വിളിക്കുന്ന പേരാണ് ISPs, ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് എന്ന് പറയും. ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവരാണ് ഈ സാധനമൊക്കെ നമുക്ക് തരുന്നത്. പക്ഷേ ഇവർക്ക് ആര് കൊടുക്കുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതൊരു എൻ്റയർ ചെയിനാണ് ശരിക്കും പറഞ്ഞാൽ. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ദ കോൺസെപ്റ്റ് ഈസ് ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നമുക്ക് ഈ പറയുന്ന സർവീസ്, ഇൻ്റർനെറ്റ് സർവീസ്, കോള് പോലുള്ള സർവീസുകളൊക്കെ തരുന്നു. അത് തരുന്നതിന് പകരം നമുക്ക് അവർക്ക് ഇത്ര പൈസ കൊടുക്കും. ഈ പൈസ കുറേ പേർക്ക് ഷെയർഡായി പോവുകയും ചെയ്യും. ഇതിൻ്റെയൊക്കെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഒരു തുടക്കം, അതായത് ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇവരാണ്. പക്ഷേ ഇതിൻ്റെ ഒരു തുടക്കമുണ്ട്. ഇത് തരുന്ന മറ്റു കുറച്ച് ആൾക്കാരുണ്ട്, അവരിൽ നിന്നാണ് തുടക്കം. ഇവരെ തുടങ്ങുന്നതെന്ന് പറയുന്നത് ഐക്യാൻ എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷനിൽ കൂടെയാണ്. ഐക്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് ഇൻ്റർനെറ്റിൻ്റെ കേസിൽ. കാര്യം ഐക്യാനാണ് ഇൻ്റർനെറ്റിനെ ടേക്ക് കെയർ ചെയ്യുന്നത്. ഐക്യാനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് തന്നെ ഐക്യാൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് ഇൻ്റർനെറ്റിൻ്റെ കേസിൽ. ഇവരാണ് നമ്മൾ ഈ ഡൊമൈനൊക്കെ വാങ്ങില്ല. ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ .com, ഇതൊക്കെ വാങ്ങില്ലേ, ഇതൊക്കെ വാങ്ങുന്നത് കൊടുക്കുന്നതൊക്കെ ഐക്യാനാണ്. അതായത് ഇതിൻ്റെ ടെക്നിക്കലായിട്ട് ഇതെന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ അത് കുറേ പറഞ്ഞു പോകാനുണ്ട്. നമുക്ക് പിന്നീടുള്ള സെഷൻസിൽ പലപ്പോഴായിട്ട് സംസാരിക്കാം. കാര്യം അതിനൊരു റീസൺ ഒക്കെ ഉണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നെയുള്ള സെഷൻസിൽ സംസാരിക്കാം. പക്ഷേ ഇവിടെ നിന്നാണ് നമുക്ക് എല്ലാം കിട്ടുന്നത്. ഐക്യാനിൽ നിന്നാണ് നമുക്ക് എല്ലാത്തിൻ്റെ ഒരു റൂട്ട് അല്ലെങ്കിൽ തുടക്കം അവിടെ നിന്നാണ്, ഐക്യാനിൽ നിന്നാണ്. അപ്പോൾ ഐക്യാനാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഐക്യാൻ എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് കോർപ്പറേഷൻ ഫോർ നെയിംസ് ആൻഡ് നമ്പേഴ്സ് എന്നുള്ളതാണ് ഐക്യാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഐക്യാനിൽ നിന്ന് ഐക്യാൻ ഒരു എന്താ പറയുക ഒരു ചൈൽഡ് കമ്പനി ഉണ്ട് ഐക്യാനെ സംബന്ധിച്ചിടത്തോളം, ഇൻ്റർനെറ്റ് കോർപ്പറേഷൻ ഫോർ അസൈൻഡ് നെയിംസ് ആൻഡ് നമ്പേഴ്സ്. ഇതിൽ ഈ ഐക്യാൻ്റെ തൊട്ട് താഴെ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. ഇറ്റ്സ് കോൾഡ് അയാന എന്നാണ് അതിൻ്റെ പേര്. അയാന എന്ന് പറയാം. അയാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനെറ്റ് അസൈൻഡ് നമ്പേഴ്സ് അതോറിറ്റി, അതാണ് അയാന. ഇവിടെയാണ് ഐക്യാൻ ഡയറക്റ്റ്ലി കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യുന്നതിന് പകരം അയാനയിലേക്കാണ് എല്ലാം കൊടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടേണ്ട സർവീസ്, ഇൻ്റർനെറ്റ് സർവീസ് കിട്ടാനായിട്ട് നമുക്ക് എന്ത് വേണം? IP അഡ്രസ്സ് എന്ന് പറഞ്ഞ സാധനമാണ്. ഇത് വെച്ചിട്ടാണ് നമുക്ക് ഇൻ്റർനെറ്റ് കിട്ടുന്നില്ല. അപ്പോൾ IP അഡ്രസ്സ് ആദ്യം ആരുടെ ഉണ്ട്? ഐക്യാൻ്റെ ഉണ്ട്. ഐക്യാൻ അത് അയാനയുടെ കയ്യിലേക്ക് കൊടുത്തു. അയാന എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് അസൈൻഡ് നെയിംസ് നമ്പേഴ്സ് അതോറിറ്റി ഇവരിലേക്ക് കൊടുത്തു. ഇത് കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിലേക്ക് വരുന്നതിന് മുമ്പ് RIRകൾ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്.
RIR എന്ന് പറഞ്ഞാൽ റീജിയണൽ ഇൻ്റർനെറ്റ് രജിസ്ട്രീസ് എന്ന് പറയും. റീജിയണൽ ഇൻ്റർനെറ്റ് രജിസ്ട്രി, ഇതാണ് RIR. RIRകൾ ഓരോ ലൈക്ക് കോണ്ടിനെൻറ്റുകൾ ബേസിട്ടുള്ള ഓരോ സോണുകൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് ആ സോണുകൾ എന്ന് പറയുന്നത്. അതായത് ഈ സോണുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 5 സോണുകളാണ് ആസ് ഓഫ് നോ ഉള്ളത്. ആഫ്രിനിക്, ആപ്നിക്, എയറിൻ, ലാക്നിക് ആൻഡ് റൈപ്പൻസിസ്. ഇങ്ങനെ 5 സോണുകളുണ്ട്. ശരിക്കും ഇതിൽ ഇന്ത്യ ഏഷ്യ പസഫിക് ആണ്. ഇവിടെയാണ് ഇന്ത്യ വരിക, ഏഷ്യ പസഫിക്. ആപ്നിക് എന്ന് പറയുന്ന ഒരു ഏഷ്യ പസഫിക് നെറ്റ്വർക്ക് ഇൻഫർമേഷൻ സെൻറ്റർ എന്ന് പറയും. ഇത് ശരിക്കും പലപ്പോഴായിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നതാണ് കേട്ടോ. ഇത് നമ്മൾ ഇതിൻ്റെ പഴയ കാലത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, അതായത് 2002 RIR ഇത്രേ ഉള്ളൂ, ആകെ 3 ഉണ്ടായിരുന്നുള്ളൂ. ആപ്നിക്കും എയറിനും റൈപ്പൻസീസും ആയിരുന്നു. പിന്നീടാണ് ആഫ്രിക്കൻ റീജിയൻസിൽ, പിന്നെ ഈ ലാറ്റിൻ റീജിയൻസ്, ഈ ഒരു യൂറോപ്യൻ റീജിയൻസിലേക്കൊക്കെ കുറച്ചുകൂടെ ഇൻ്റർനെറ്റ് വളർന്നു. പിന്നീട് ആഫ്രിക്കൻ റീജിയൻസിലേക്ക് കൂടുതൽ ഇൻ്റർനെറ്റ് വളർന്നപ്പോൾ ആഫ്രിനിക് എന്ന് പറഞ്ഞിട്ടൊരെണ്ണം കൂടെ വന്നു. അങ്ങനെ ഇപ്പോൾ 5 ടോട്ടലി ഉള്ളത്. ഈ 5 ആസ് ഓഫ് നോ ഉള്ള റീജിയണൽ ഇൻ്റർനെറ്റ് രജിസ്ട്രീസ്. ഇപ്പോൾ ഞാനിപ്പോൾ ഇന്ത്യയിലാണല്ലോ. അപ്പോൾ നമുക്ക് ഇന്ത്യയിലേക്കാണ് ഇത് കിട്ടുന്നതെങ്കിലുള്ള രീതി എന്ന് പറഞ്ഞാൽ അയാനയുടെ കയ്യിൽ നിന്ന് ആരിലേക്ക് പോകും? ആപ്നിക്കിലേക്ക് പോകും. ആപ്നിക് എന്ന് പറഞ്ഞാൽ ഏഷ്യ പസഫിക് നെറ്റ്വർക്ക് ഇൻഫർമേഷൻ സെൻറ്റർ എന്ന് പറയും. ആപ്നിക്, ഇതാണ് ആപ്നിക് എന്ന് പറഞ്ഞാൽ. ആപ്നിക്കാണ് നമ്മളുടെ ഏഷ്യ പസഫിക് റീജിയനിലെ എല്ലാ കാര്യങ്ങളെയും ഹാൻഡിൽ ചെയ്യുന്ന ആപ്നിക്കാണ്. ഇവിടെ നിന്നാണ് നമുക്ക് IP അഡ്രസ്സ് കിട്ടുന്നു. IPv6 എല്ലാ കാര്യങ്ങളും കിട്ടുന്ന ആപ്നിക്കിൽ നിന്നാണ്. അപ്പോൾ ആപ്നിക് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. ഇവിടെ നിന്ന് അടുത്തത് പോകുന്നത് നാഷണൽ ഇൻ്റർനെറ്റ് രജിസ്ട്രി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് നമുക്ക് ആദ്യം റീജിയണൽ ഇൻ്റർനെറ്റ് രജിസ്ട്രി ഉണ്ടായിരുന്നു, അത് നമ്മളുടെ കോണ്ടിനെൻറ്റുകൾ പോലെയാണ്. അത് കഴിഞ്ഞാൽ നാഷണൽ ഇൻ്റർനെറ്റ് രജിസ്ട്രി ഉണ്ട്, NIRകൾ എന്ന് വിളിക്കും. NIRകൾ എന്ന് പറഞ്ഞാൽ ഓരോ രാജ്യങ്ങൾക്കും നാഷണൽ ഇൻ്റർനെറ്റ് രജിസ്ട്രീസ് ഉണ്ട്. അപ്പോൾ ഇന്ത്യയുടെ നാഷണൽ ഇൻ്റർനെറ്റ് രജിസ്ട്രി എന്ന് പറയുന്നത് IR എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനാണ്. IR, ഇന്ത്യൻ രജിസ്ട്രി ഫോർ ഇൻ്റർനെറ്റ് നെയിംസ് ആൻഡ് നമ്പേഴ്സ്. ഇവരാണ് ഇന്ത്യയുടെ ഓർഗനൈസേഷൻ, ഇന്ത്യയുടെ നാഷണൽ. ഇതുപോലെ ഓരോ രാജ്യങ്ങൾക്കും അവരുടേതായ ഒരു നാഷണൽ ഇൻ്റർനെറ്റ് രജിസ്ട്രി ഉണ്ടാവും. ഇന്ത്യയുടെ നാഷണൽ ഇൻ്റർനെറ്റ് രജിസ്ട്രി എന്ന് പറയുന്നത് IRനാണ്. IRനിൽ നിന്നാണ് നമുക്ക് ഇവിടെ നിന്നുള്ള ഇൻഫർമേഷൻസ് എല്ലാം കിട്ടുന്നത്. IRനിൽ നിന്നാണ്. ഇപ്പോൾ നമുക്കൊരു ന്യൂ IP അഡ്രസ്സ് വേണം, നമുക്കിവിടെ പോയി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് പൈസ കൊടുത്തിട്ട് അവിടെ നിന്ന് വാങ്ങാം. അപ്പോൾ ആപ്നിക്കിൽ നിന്ന് IRനിലേക്ക് വന്നു. അതിനുശേഷം അവിടെ നിന്ന് നമുക്ക് ആരിലേക്ക് പോകുന്നു? നമ്മുടെ ISPയിലേക്ക് പോകുന്നു. ISPയിൽ നിന്ന് എൻഡ് യൂസറിലേക്ക് വരുന്നത് നമ്മുടെ കയ്യിലേക്ക് വരും. അപ്പോൾ ഇത്രയൊരു ഫ്ലോയിൽ കൂടെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോസസ് നടക്കുന്നത്. ഫസ്റ്റ് ഐക്യാനാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്. ഐക്യാനിൽ നിന്ന് അയാനയിലേക്ക് പോയി, അയാനയിൽ നിന്ന് RIRകൾ, അവിടെ നിന്ന് NIRകൾ, അവിടെ നിന്ന് എൻഡ് യൂസർ. അതിപ്പോൾ നമ്മുടെ ഓരോ ഡിവൈസിനും ഒരു IP ഉണ്ടല്ലോ. ഓരോ ഡിവൈസ്, ഈ ലാപ്പിന് ഒരു IP ഉണ്ട്, നമ്മൾ യൂസ് ചെയ്യുന്ന ഫോണിന് ഒരു IP ഉണ്ട്. അപ്പൊ ഇതിന്റെ IP എങ്ങനെയാണ് സെറ്റ് ചെയ്യുക? ഈ ഒരു ഇതെല്ലാം ISP ആണ് നമുക്ക് തരുന്നത്. പക്ഷെ ISPക്ക് ഇത് കിട്ടുന്നത് ഈ പറയുന്ന ഒരു ഫ്ലോയിൽ കൂടെയാണ് അത് കിട്ടുന്നത്. ഇതെല്ലാം നമുക്ക് നമ്മളൊരു സിം ഇടുന്നോ അല്ലെങ്കിൽ നമ്മളൊരു വൈഫൈ കണക്ട് ചെയ്യുമ്പോൾ അവരാണ് നമുക്കിത് തരിക. അപ്പോൾ വൈഫൈ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും ഈ ലോക്കൽ IP അഡ്രസ്സുകളല്ല, അതായത് നമ്മുടെ ലാപ്പിനൊരു നമ്മളുടെ നെറ്റ്വർക്ക് അല്ല, ഇന്റർനെറ്റ് ആക്സസ് ചെയ്യാനുള്ള IP അഡ്രസ്. അത് ശരിക്കും ഒരു റൂട്ടറിന് ഒരെണ്ണമായിരിക്കണ്ട. അപ്പോൾ നമ്മളിപ്പോൾ ഓഫീസിൽ വൈഫൈ കണക്ട് ചെയ്യണമെങ്കിലും ആ ഓഫീസ് വൈഫൈക്ക് ഒരു IP, ആ റൂട്ടറിന് ഒരു IP അഡ്രസ് ഉണ്ട്. അതൊരു പബ്ലിക് IP അഡ്രസ് എന്ന് പറയും. ആ പബ്ലിക് IP അഡ്രസ് ഒരെണ്ണം ഉണ്ടാവുക. അത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഏഷ്യാനെറ്റിൻ്റെ വൈഫൈ ആണെങ്കിൽ ഏഷ്യാനെറ്റ് ആണ് തരാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഏഷ്യാനെറ്റിന് അവിടെ നിന്ന് കിട്ടിയെന്ന് വരും. ഏഷ്യാനെറ്റിന് IRN കൊടുക്കുന്നു, IRN ആപ്നിക്ക് കൊടുക്കുന്നു, ആപ്നിക്കിന് അയാനയ്ക്ക് ഐക്യാനിൽ നിന്നാണ് ഇതിൻ്റെയൊക്കെ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് ഇതൊക്കെ പോകുന്നത്. അതെ, ഇത്രയും ഓർഗനൈസേഷൻസ് ഇതിനകത്ത് ഇൻവോൾവ് ആണ് ശരിക്കും പറഞ്ഞാൽ. ഇത്രയും ഓർഗനൈസേഷൻസും കൂടെ ചേർന്നിട്ടാണ് നമുക്കിത് കിട്ടുന്നത്. നമ്മളിതറിയാം, നമ്മൾ കണക്ട് ചെയ്യുന്നു, യൂസ് ചെയ്യുന്നു. പക്ഷേ ഇതിൻ്റെ ബാക്ക് എൻഡിൽ വർക്ക് ചെയ്യുന്ന ഇത്രയധികം ഓർഗനൈസേഷൻസ് ബാക്ക് എൻഡിൽ ഒരുപാട് വർക്ക് ചെയ്തിട്ടാണ് നമുക്ക് ഈ സാധനം ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ കയ്യിലേക്ക് കിട്ടുന്നത്. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ IRNൊക്കെ ആരും കേട്ടിട്ട് കൂടി ഇല്ലാത്ത ഓർഗനൈസേഷൻസ് ആയിരിക്കും. ISP വരെ ഓക്കെ ആൾക്കാർ. പക്ഷേ ഈ IRN, ഇന്ത്യൻ രജിസ്ട്രി ഫോർ ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ ആപ്നിക്, ഇതൊന്നും പലപ്പോഴും ആൾക്കാർ കേട്ടില്ല ശരിക്കും പറഞ്ഞാൽ. ഇത് ഞാനിത് പഠിക്കുന്ന സമയത്താണ് ഞാനത് അറിയുന്നത്. അതായത് ഇൻ്റർനെറ്റിനെ പറ്റി പഠിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ഓർഗനൈസേഷൻ ഉണ്ടെന്ന് ഞാൻ പോലും അറിയുന്നത്. അപ്പോൾ അന്ന് ശരിക്കും ഇത് തുടക്കം എന്ന് വെച്ചത് ISOC എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ. ISOC എന്ന് പറയും, ഇൻ്റർനെറ്റ് സൊസൈറ്റി. അതായത് നമ്മൾ ഇന്റർനെറ്റ് സൊസൈറ്റി അല്ലെങ്കിൽ ISOC എന്ന് പറയും. ISOC എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാം. അതായത് നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം, ചാൾസ് ബാബേജ് എന്ന് എല്ലാവരും വിളിച്ചു പറയും. അതറിയാത്തതായിട്ട് വളരെ കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ. ഈവൻ നോൺ ടെക്നിക്കൽ ഡൊമൈനിലുള്ള ഒരാൾക്ക് പോലും ആരാണ് ഫാദർ ഓഫ് കമ്പ്യൂട്ടർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാൾസ് ബാബേജ് എല്ലാവർക്കും അറിയാം. ഫാദർ ഓഫ് ഇൻ്റർനെറ്റ് ആരാണ്? ഇന്റർനെറ്റ് ആരെങ്കിലും ഒരാൾ ക്രിയേറ്റ് ചെയ്യണമല്ല. ഹൂ ക്രിയേറ്റഡ് ഇൻ്റർനെറ്റ്, അല്ലെങ്കിൽ ആരാണ് ഫാദർ ഓഫ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്? ഇത് വളരെ കുറച്ച് പേർക്ക് അറിയുള്ളൂ. അതായത് ഈ ചോദ്യം ഞാൻ ചോദിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള ഉത്തരം വളരെ കുറവാണ് ശരിക്കും പറഞ്ഞാൽ. ഫാദർ ഓഫ് കമ്പ്യൂട്ടർ എല്ലാവർക്കും അറിയാൻ പറ്റും. കാണുന്ന ആൾക്കാരും ചിലപ്പോൾ ആ ഒരു സാധനം ചിന്തിച്ചിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ഇന്റർനെറ്റ് എന്താന്ന് തിങ്ക് ചെയ്യാത്തോണ്ടായിരിക്കും.
അപ്പോൾ കാര്യം ഇൻ്റർനെറ്റിനെ പറ്റി അങ്ങനെ ആരും ഇതിനെപ്പറ്റി ബോധേടല്ല. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. കമ്പ്യൂട്ടേഴ്സ് വന്നതിൽ പിന്നെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സാധനം ഇൻ്റർനെറ്റാണ്. ഇത് ക്രിയേറ്റ് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ ഫാദർ ഓഫ് ഇൻ്റർനെറ്റ് എന്ന് പറയാൻ പറ്റുന്നത് വിൻസർഫ് എന്ന് പറഞ്ഞൊരു വ്യക്തി. വിൻസെൻ്റ് ഗ്രേ സർഫ് എന്ന് പറയും ഫാദർ ഓഫ് ഇൻ്റർനെറ്റ്. വിൻസർഫ് ഇതാണ് ഫാദർ ഓഫ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്, വിൻസെൻ്റ് ഗ്രേ സർഫ് എന്ന് പറയാം. ഇപ്പം ജീവനോടുണ്ട് ഇത്. അപ്പോൾ ഇദ്ദേഹം IBMൻ്റെ ബെൽ ലാബിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹവും റോബർട്ട് ഇ കാൻ എന്ന് പറഞ്ഞ രണ്ടുപേര് ചേർന്നിട്ടാണ് ഇൻ്റർനെറ്റ് ക്രിയേറ്റ് ചെയ്തത്. ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ പകരം ഇൻ്റർനെറ്റിൻ്റെ ഒരു ഫസ്റ്റ് വെർഷൻ ഉണ്ട്, പണ്ടത്തെ വെർഷൻ ഉണ്ട്, അതായത് കോൾഡ് ആസ് അർപ്പാനെറ്റ് എന്ന് പറയും. അർപ്പാനെറ്റ് എന്ന് പറയുന്നതായിരുന്നു ഫസ്റ്റ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. അത് നമ്മളുടെ US ആണ് ക്രിയേറ്റ് ചെയ്തത്. US മിലിറ്ററി ആണ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫൻസ് തന്നെയാണ് അർപ്പാനെറ്റ് ക്രിയേറ്റ് ചെയ്തത്. ഒരു ലോക്കൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഇതിനകത്ത് നമ്മൾ പിന്നീട് പഠിക്കാൻ പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമുണ്ട്, കോൾഡ് ആസ് TCP/IP. ഈ TCP/IP എന്ന് പറയുന്നതാണ് നമ്മൾ പിന്നീട് ഇനി അങ്ങോട്ടുള്ള ടോപ്പിക്കുകൾ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് TCP/IP പ്രോട്ടോകോൾ സ്യൂട്ട്. ഇത് ക്രിയേറ്റ് ചെയ്തത് ഈ പറയുന്ന വിൻസെൻ്റ് ഗ്രേ സർഫും റോബർട്ട് ഇ കാൻ എന്ന് പറയുന്ന രണ്ടുപേര് ചേർന്നിട്ടായിരുന്നു ഈ TCP/IP എന്ന് പറയുന്ന സാധനം ക്രിയേറ്റ് ചെയ്തത്. ആ TCP/IP എന്ന് പറയുന്നതാണ് ഇൻ്റർനെറ്റിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. കാര്യം TCP/IP ഉള്ളത് കൊണ്ടാണ് ഇൻ്റർനെറ്റ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇൻ്റർനെറ്റ് ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലേക്ക് വന്നത്. അപ്പോൾ ഇൻ്റർനെറ്റ് ക്രിയേറ്റഡ് ആവാനുള്ള റീസൺ എന്ന് പറയുന്നത് TCP/IP ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ബാക്ക് ബോൺ ക്രിയേറ്റ് ചെയ്തത് വിൻസെൻ്റ് ഗ്രേ സർഫാണ്. അതുകൊണ്ടാണ് ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് നമ്മളുടെ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. അതായത് അർപ്പാനെറ്റിനെ TCP/IP ആയിട്ട് കമ്പൈൻ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ സാധനമാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഇൻ്റർനെറ്റ് വന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇദ്ദേഹം ഫാദർ ഓഫ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. ഇത് ഞാൻ പറയാനുള്ള റീസൺ എന്ന് പറയുന്നത് ഇദ്ദേഹം ക്രിയേറ്റ് ചെയ്ത ഒരു ഓർഗനൈസേഷനാണ് ISOC, അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഒരു വിഷൻ എന്ന് പറയുന്നത് ഇതാണ്. അദ്ദേഹം ഇൻ്റർനെറ്റ് ക്രിയേറ്റ് ചെയ്തപ്പോൾ ഇത് എല്ലാവർക്കും ആക്സസിബിൾ ആയിരിക്കണം, ഇത് കണ്ടിന്യൂസ്ലി അപ്ഡേറ്റഡ് ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം തുടങ്ങിയ ഒരു ഓർഗനൈസേഷനാണ് ഇൻ്റർനെറ്റ് സൊസൈറ്റി എന്നൊരു ഓർഗനൈസേഷൻ. ഇതിൻ്റെ താഴെ പിന്നീട് പലപ്പോഴായിട്ട് തുടങ്ങിയ ഓർഗനൈസേഷനാണ് IEEE. എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഈ BTech MTech പഠിച്ചിട്ടുള്ള എല്ലാവരും കേട്ടിട്ടുള്ള സാധനമായിരിക്കും IEEE എന്ന് പറയുന്നത്. പക്ഷേ IEEE ആക്ച്വലി ഇൻ്റർനെറ്റ് സൊസൈറ്റിയുടെ ഭാഗമായിട്ടാണ് തുടങ്ങിയത്. ഇപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആണ്, പക്ഷേ തുടങ്ങിയത് ഇതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് IEEE എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഈ കാണുന്ന ഈ വൈഫൈ, ഈ HTTP ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന IETF എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ. IETF ഓരോ പ്രോട്ടോകോളുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, ഇങ്ങനെയുള്ള കുറേ പ്രോട്ടോകോളുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന IETF ആണ്. ഇതും ആരും കേട്ടിട്ടുണ്ടാകാൻ ചാൻസ് ഇല്ല. ഇതിനെ ഇൻ്റർനെറ്റ് എഞ്ചിനീയറിംഗ് ടാസ്ക് ഫോഴ്സ് എന്ന് വിളിക്കും. എഞ്ചിനീയറിംഗ് ടാസ്ക് ഫോഴ്സ്, ഇതാണ് IETF എന്ന് പറയുന്നത്. പക്ഷേ ഇതും അധികം ആൾക്കാർ കേട്ടിട്ടുണ്ടല്ലോ. ഏറ്റവും കൂടുതൽ ആൾക്കാർ കേട്ടിട്ടുണ്ടാവുക IEEE ആണ്. IEEE എന്തായാലും ആൾക്കാർ കേട്ടിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. കാര്യം ഈ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന എല്ലാവരുടെയും പ്രൊജക്ട് എന്ന് പറയുന്ന IEEE ആണ്. അപ്പോൾ IEEE എല്ലാവരും കേട്ടിട്ടുണ്ടോ? പക്ഷേ ടെക്നിക്കലായിട്ട് ചെറിയൊരു ബന്ധമുള്ളൊരു അതെ ഇല്ലാത്തവരൊന്ന് സജി ഒരു ഓർഗനൈസേഷനാണ്. റിസർച്ച് പേപ്പേഴ്സ് വരുന്നുണ്ടാവും, കുറേ ഇവൻറ്റ്സ് കോളേജസിൽ നടക്കുന്നുണ്ട്. എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ പോയിട്ടുള്ള എല്ലാവർക്കും അറിയുന്ന ഒരു ഓർഗനൈസേഷനാണ് IEEE എന്ന് പറയുന്നത്. വൺ വേ ഓർ അതർ വേ എന്തായാലും കേട്ടിട്ടുണ്ടോ? അപ്പോൾ ഇതെല്ലാം പക്ഷെ ക്രിയേറ്റ് ചെയ്ത് വന്നത് ISOC നിന്നാണ്, ഇൻ്റർനെറ്റ് സൊസൈറ്റിയിൽ നിന്നാണ്. അപ്പോൾ ഇവരെല്ലാം കൂടെ ഒരുമിച്ച് പണിയെടുത്തത് കൊണ്ടാണ് നമ്മൾ കാണുന്ന പോലെ ഇൻ്റർനെറ്റ് നമുക്ക് കിട്ടുന്നത്. അതായത് ഇൻ്റർനെറ്റ് ഇത്ര അധികം അഡ്വാൻസ്ഡ് ആവുന്നതും ഇൻ്റർനെറ്റിലേക്ക് പുതിയ കോൺസെപ്റ്റുകൾ വരുന്നതും പുതിയ ടെക്നോളജീസ് വരുന്നതും എല്ലാം ഇവരെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് പണിയെടുക്കുന്നതുകൊണ്ടാണ്. ഇവരെല്ലാവരുടെയും കൂടെ ഒരു ഗ്രൂപ്പ് എഫേർട്ടാണ് നമ്മളിന്ന് കാണുന്ന ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ഇതിനകത്തുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കില്ല. നമ്മൾ സിം എടുക്കുന്നു, റീചാർജ് ചെയ്യുന്നു, പരിപാടി കഴിയുന്നു. പക്ഷേ ബാക്ക് എൻഡിൽ ഇതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ടീം ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇതിൽ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഓർഗനൈസേഷൻസ് ഒന്നും പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് അല്ല. ഇതിൽ ഭൂരിഭാഗം പ്രോഫിറ്റ് ഓർഗനൈസേഷൻസും NGOs ആണ്, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ആണ്. അതായത് ഇവരൊക്കെ വർക്ക് ചെയ്യുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല, അതർ ദാൻ ടെക്നോളജിയുടെ അഡ്വാൻസ്മെന്റ്സിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. സോ അതുകൊണ്ടാണ് ഈ ഇത്രയും ഓർഗനൈസേഷൻസ് ഒന്ന് പരിചയപ്പെടുത്തി, ഇത്ര ഓർഗനൈസേഷൻസ് കൂടെ ചേർന്നിട്ടാണ് നിങ്ങൾ ഈ കാണുന്ന ഇന്റർനെറ്റിൽ കൂടെ കാണുന്ന ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നത്. ഇത്ര ഓർഗനൈസേഷൻസ് കൂടെ പണിയെടുക്കുന്നുണ്ടാണ്. ശരിക്കും ഇന്റർനെറ്റിന്റെ തുടക്കകാലം എന്ന് പറയുന്നത് ഇത്രയും അഡ്വാൻസ്ഡ് അല്ല. അതിൽ ഇത്ര അഡ്വാൻസ്ഡ് ആക്കിയത് ഈ ഓർഗനൈസേഷൻസ് എല്ലാം കൂടെ ചേർന്നിട്ടാണ്. അപ്പോൾ ഇവരൊന്നില്ലായിരുന്നേ നമ്മൾ പെട്ടുപോയെന്ന് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇന്റർനെറ്റിന്റെ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. ഇന്റർനെറ്റ് എന്ന് പറയുന്നത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. കാര്യം ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്, സബ്മറൈൻ കേബിൾസിൻ്റെ ഒരു കോൺസെപ്റ്റ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഇൻസിഡൻ്റ് ഉണ്ട്. അതായത് കറക്റ്റ് രാജ്യം എനിക്ക് ഓർമ്മയില്ല, കറക്റ്റ് ഏത് കൺട്രി ആണെന്ന് എനിക്ക് ഓർമ്മയില്ല. ലെറ്റ്സ് ഒരു കൺട്രി, ലെറ്റ്സ് പോളണ്ട് ആണെന്ന് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് കരുതാം. അതായത് നേരത്തെ പറഞ്ഞ സബ്മറൈൻ കേബിൾസ് ഇല്ലേ, ഈ സബ്മറൈൻ കേബിൾസ് കടലിനടിയിൽ കൂടെ വന്നിട്ട് പിന്നീട് ലാൻഡിലേക്ക് വരുമ്പോഴും കേബിളുകൾ തന്നെയാണ് പിന്നെ ഉള്ളത്. കേബിളുകളുണ്ട്, ഒരുപാട് കേബിളുകളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ലോകം ചുറ്റും ഈ ഇൻ്റർനെറ്റ് കേബിളുകൾ ഇങ്ങനെ ഫുള്ള് എല്ലാ ഭാഗത്തോട്ടും ഉണ്ടോ.
അപ്പോൾ അവിടെ ഒരാൾ ഈ ഒരു കുഴി എടുത്ത സമയത്ത് ഈ കുഴിച്ച് ഈ കേബിളിലേക്ക് ഡാമേജ് ഉണ്ട്, ഫൈബർ കേബിളിന് ഡാമേജ് ഉണ്ട്. ആ ഡാമേജ് ശരിക്കും പറഞ്ഞാൽ ഒരു രാജ്യത്തിൽ ഒരുപാട് എൻ പോയിന്റുകളില്ല. ഇപ്പോൾ ഇന്ത്യയിൽ ആകെ 5 എൻ പോയിന്റുകളാണല്ലോ, 5 കേബിൾ സ്റ്റേഷൻസ് നോക്കുക കഴിഞ്ഞാൽ 5 എൻ പോയിന്റുകളുള്ളൂ. ഒന്ന് കൊച്ചിയിൽ, പിന്നെ തിരുവനന്തപുരം ഉണ്ട്, പിന്നെ മുംബൈ ഉണ്ട്, ചെന്നൈ ഉണ്ട്, തൂത്തുക്കുടി ഉണ്ട്. ഇത്രയും ഭാഗത്താണ് ഇന്ത്യയിൽ ടോട്ടലി 5 എൻ പോയിന്റുകളുള്ളത്. ഈ 5 എൻ പോയിന്റുകളിൽ കൂടെയാണ് ഇന്ത്യയിലേക്കുള്ള ഇന്റർനെറ്റ് കണക്ടിവിറ്റി എന്ന് പറയുന്നത്. എല്ലാ രാജ്യങ്ങളും ഇന്ത്യയും തമ്മിലുള്ള കണക്ഷൻ വരുന്നത് തന്നെ ഈ 5 എൻ പോയിന്റുകളിൽ കൂടെ. അവിടുന്ന് പിന്നെ അങ്ങോട്ട് പിന്നെ ലാൻഡിലൂടെ കേബിളുകളുണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല, നമ്മൾ ഇപ്പൊ ജിയോ വന്ന സമയത്ത് നമ്മൾ സ്ഥിരം കാണുന്ന ഒരു പരിപാടിയായിരുന്നു, റോഡിന്റെ സൈഡിൽ ഒരു കുഴിയുണ്ട് എപ്പോഴും, അതായത് ജിയോക്കുള്ള കേബിൾ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കേബിളുകൾ എല്ലായിടത്തും ഉണ്ടാവും. അപ്പോൾ ഈ 5 എൻ പോയിന്റുകളാണ് നമ്മുടെ മേജർ എൻ പോയിന്റുകൾ എന്ന് പറഞ്ഞത്. ഇതിൽ ഈ 5 എൻ പോയിന്റുകളുള്ള കേബിളുകളല്ലേ, ഈ കേബിളുകൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്റർനെറ്റ് ബ്ലാക്ക് ഔട്ടാണ് ഉണ്ടാവുക. അതായത് പിന്നെ ഇന്റർനെറ്റ് വർക്ക് ചെയ്യില്ല, കാര്യം ഇതില്ലെങ്കിൽ ഇന്റർനെറ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ ഈ 5 കേബിളുകളുടെ ലൊക്കേഷൻ ഡിസ്ക്ലോസ്ഡ് അല്ല. 5 കേബിളുകൾ ഇവിടെ കൊച്ചിയിലാണെന്നറിയാം, പക്ഷെ കൊച്ചിയിൽ എവിടെയാണെന്നുള്ളത് ഡിസ്ക്ലോസ്ഡ് അല്ല. തിരുവനന്തപുരത്താണെന്നറിയാം, തിരുവനന്തപുരത്ത് എവിടെയെന്നുള്ളത് ഡിസ്ക്ലോസ്ഡ് അല്ല. ഏതെങ്കിലും ഒരു കോസ്റ്റൽ ഏരിയ ആയിരിക്കും, പക്ഷെ എവിടെയാണെന്നുള്ള ഡിസ്ക്ലോസ്. കാര്യം ഇതിലെന്തെങ്കിലും ഡാമേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എൻ്റയർ കൺട്രി എഫക്ട് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. അങ്ങനെ ഒരു രാജ്യത്ത് ഈ പറയുന്ന പോലെ ഒരു കുഴി എടുക്കുന്ന സമയത്ത് ഈ പറയുന്ന ഒരു ഫൈബർ ഒപ്റ്റിക് കേബിളിന് ഡാമേജ് ഉണ്ടായിട്ട് വാട്ട് ഹാപ്പൻഡ് ഈസ് എൻ്റയർ ഇന്റർനെറ്റ് ബ്ലാക്ക് ഔട്ട്. ഇന്റർനെറ്റ് ബ്ലാക്ക് ഔട്ട് എന്ന് പറഞ്ഞ പ്രശ്നം നമ്മൾ ഉപയോഗിക്കുന്ന വാട്സപ്പ് ഫേസ്ബുക്കും കിട്ടില്ല എന്നുള്ള വലിയ കുഴപ്പമുള്ള പ്രശ്നം. പക്ഷേ ഇത് ഫ്ലൈറ്റുകൾ എഫക്ട് ചെയ്യും, മെഡിക്കല്, അങ്ങനെ എല്ലാ ഇൻഡസ്ട്രിയും. വിൻഡോസ് വളരെ വിൻഡോസ് ഒന്ന് പോയപ്പോ തന്നെ ഡൗൺ ആയപ്പോ തന്നെ എത്ര പേർക്ക്. അപ്പോൾ ഇന്റർനെറ്റ് ഫുള്ള് ബ്ലാക്ക് ഔട്ട് ആയുള്ള ഒരു സിറ്റുവേഷൻ ആലോചിച്ചു. ഇതാണ് ഇന്റർനെറ്റിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ ഈ സാധനം ഇല്ലാണ്ട് നമുക്ക് അത് നമ്മൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയയ്ക്ക് അപ്പുറം നമ്മൾ ചുറ്റും കാണുന്ന കാര്യങ്ങളെല്ലാം ഇന്റർനെറ്റിലാണ്. നമ്മൾ കാണുന്ന ഫ്ലൈറ്റിന്റെ ആയാലും അല്ലെങ്കിൽ ട്രെയിനിന്റെ ആയാലും ഇതിന്റെ എല്ലാം വർക്കിംഗ്, ഇതിന്റെ എല്ലാം ട്രാക്കിങ്ങും ഇതിന്റെ എല്ലാം നടക്കുന്നത് ഇന്റർനെറ്റ് ഉള്ളതുകൊണ്ടാണ്. ഇന്റർനെറ്റ് ഇല്ലെങ്കിൽ ഈ പരിപാടികളൊന്നും നടക്കില്ല. സോ ഇതാണ് ഇന്റർനെറ്റിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലൂടെ പോകുന്ന ഡാറ്റയെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ദർ ഇസ് നോ യൂസ് ഓഫ് ഇറ്റ്. ഇപ്പോൾ ഇന്റർനെറ്റിൽ കൂടെ ഇത്രയധികം ഡാറ്റകൾ പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ എല്ലാ കാര്യങ്ങളും ഇന്റർനെറ്റിലാണ്. അപ്പോൾ ഇത്രയധികം ഡാറ്റ പോകുമ്പോൾ ഇത് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റണമല്ലോ. പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇത് ആർക്ക് വേണമെങ്കിലും എടുക്കാമെന്നുള്ളത്. ആർക്ക് വേണമെങ്കിലും എടുക്കാമെന്നുള്ളൊരു സിറ്റുവേഷനിൽ വന്നാലും പ്രശ്നമാണ്. അപ്പോൾ അവിടെയാണ് നമ്മുടെ സൈബർ സെക്യൂരിറ്റി. അതുകൊണ്ടാണ് സൈബർ സെക്യൂരിറ്റി അവിടെ ഉള്ളത്. കാര്യം ഇൻ്റർനെറ്റ് എത്രയൊക്കെ അഡ്വാൻസ്ഡ് ആയാലും കൂടുതൽ ഡാറ്റയാണ് അതിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്, കൂടുതൽ ആളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഡാറ്റ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് കൺസേൺ എന്ന് പറയുന്നത്. അവിടെയാണ് സൈബർ സെക്യൂരിറ്റി വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് സൈബർ സെക്യൂരിറ്റി ഇമ്പോർട്ടൻ്റ് ആയി മാറുന്നത്. കാര്യം ഇൻ്റർനെറ്റ് എന്തായാലും വളർന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ഇത്രയധികം ഓർഗനൈസേഷൻസ് ഇതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇവരെല്ലാം വർക്ക് ചെയ്ത് പുതിയ ടെക്നോളജീസ് കൊണ്ടുവരും. അപ്പോൾ ഇൻ്റർനെറ്റ് എന്തായാലും വളരും. ഈ വളരുന്ന കൂട്ടത്തിൽ ഒരുപാട് റിസ്ക്കുകൾ വന്നുകൊണ്ടിരിക്കും. ആ റിസ്ക്കുകളെ മിറ്റിഗേറ്റ് ചെയ്യണമെങ്കിൽ വി നീഡ് സൈബർ സെക്യൂരിറ്റി. അപ്പോൾ അവിടെയാണ് സൈബർ സെക്യൂരിറ്റിയുടെ ഒരു ഇമ്പോർട്ടൻസ്. ഇത് ഇൻ്റർനെറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഇതാണ്. സോ ഇതാണ് ഇൻ്റർനെറ്റിൻ്റെ കോൺസെപ്റ്റ്. ഇതാണ് ഇൻ്റർനെറ്റ്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങളും കൂടെ ചേർന്നാണ് ഇൻ്റർനെറ്റ്. പിന്നെ ഇതിനകത്ത് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിലേക്ക് നമ്മൾ പോകുന്നില്ല. പക്ഷേ ഒരു ഓവർവ്യൂ, ദിസ് ഇസ് വാട്ട് ഇൻ്റർനെറ്റ് ഈസ്. ഇതാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അപ്പോൾ ഇൻ്റർനെറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കുക മറ്റൊക്കെ ചെയ്യും. സോ ദിസ് ഇസ് വാട്ട് ഇൻ്റർനെറ്റ് ഈസ്. ഇപ്പം നമ്മൾ ഈ വീഡിയോയിൽ അതെ ഇൻ്റർനെറ്റ് എന്താണ്, അതിൻ്റെ ഓക്കെ ഇപ്പോൾ ഇതുവരെ കേൾക്കാത്ത കുറേ സാധനങ്ങൾ ഒരു ഇന്റർനെറ്റിന്റെ ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. നിങ്ങളിപ്പോൾ ഈ കാണുന്ന വീഡിയോ കാണാൻ യൂസ് ചെയ്യുന്ന നെറ്റ് വരെ ഇത്ര ചാനലിൽ കൂടെ കടന്നിട്ടാണ് നമ്മുടെ കയ്യിൽ എത്തുന്നത് എന്നുള്ളത്, ഇത്രത്തോളം എഫേർട്ട് തന്നെ ബാക്കിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത്. ഇതുപോലെ തന്നെ ആയിരിക്കും എനിക്ക് തോന്നുന്നു ഇതുവരെ യൂട്യൂബിൽ ഞാൻ കണ്ട വീഡിയോസ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കണ്ടിട്ടില്ല. പ്രശ്നം എന്താ വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ആൾക്കാർ ഇതിനെപ്പറ്റി ബോധേഡ് അല്ല എന്നുള്ളതാണ് സത്യം. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ആർക്കാ കേൾക്കട്ടെ, ഇപ്പോൾ ഈ പറയുന്ന ഹിസ്റ്ററിയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഓർഗനൈസേഷൻസ് പറ്റി ആർക്കും. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇത് മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ഇതുകൊണ്ട് ഇതിപ്പോൾ ഈ ഓർഗനൈസേഷൻസിനെ പറ്റി പഠിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരം ഉണ്ടെന്നുണ്ടെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഇവരൊക്കെ ഇതിൽ നമുക്ക് വേണ്ടിയിട്ട് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. തീർച്ചയായിട്ടും ഇതുപോലുള്ള കണ്ടന്റ്സ് ആയിരിക്കും ഇനി അങ്ങോട്ടുള്ള നമ്മൾ ഈ സൈബർ സെക്യൂരിറ്റി ചലഞ്ചിലും നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നത്. എല്ലാ കോഴ്സിനും 1 ഇയറിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കംപ്ലീറ്റ് പ്ലാൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. സൈബർ സെക്യൂരിറ്റി എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു ഫ്രഷർ ജോബിലൂടെ നിങ്ങൾക്ക് എൻ്റർ ചെയ്യാനുള്ള എല്ലാ കോണ്ടന്റും എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്രീ ആയിട്ട് നമ്മുടെ ചാനലിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഇയറിലെ നിങ്ങളത് പഠിക്കുക, നല്ലൊരു ജോബിൽ നിങ്ങൾ ലാൻഡ് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് പഠിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വീട്ടിൽ കുറേ ഡിസ്ട്രാക്ഷൻസ് ആണ്, അങ്ങനെ കുറേ പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മളെ കൂടെ ഇരുന്ന്, നമ്മളെ ടീമിൻ്റെ കൂടെ ഇരുന്ന് നമ്മളെ ഗൈഡൻസിൽ, നമ്മുടെ ആ റിവ്യൂ പ്രോസസ്സിൽ, നമ്മുടെ ആ പ്രോട്ടോടൈപ്പ് ലേണിംഗ് മെത്തേഡിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ അതിനെന്ത് ചെയ്യുക, നമ്മുടെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തതിനാൽ അതെങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ടീം നിങ്ങളെ കണക്ട് ചെയ്ത് സംസാരിച്ച് തരും. എങ്ങനെയാണ് നിങ്ങൾ കരിയർ കൊണ്ടുപോകേണ്ടത്, എങ്ങനെ നിങ്ങൾ പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു 1 ഇയറിൻ്റെ കോഴ്സ് തന്നെ നമ്മൾ എല്ലാ സിലബസിനും ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സൈബർ സെക്യൂരിറ്റിക്കാണെങ്കിലും മെഷീൻ ലേണിങ്ങിനാണെങ്കിലും ഡാറ്റ സയൻസിലാണെങ്കിലും. അപ്പോൾ നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ? അതെ, വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതേപോലെ നല്ലൊരു കോണ്ടൻ്റ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ വരിക,
കൂടെ തന്നെ കംപ്ലീറ്റ് ചെയ്ത് പഠിച്ച് വരാം. പിന്നെ അടുത്ത വീഡിയോ മുതൽ അല്ലെങ്കിൽ പാർട്ട് 3 മുതലൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യണം, കുറേ ലിനക്സ് കമാൻഡ്സ്, ലിനക്സ് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ പാർട്ട് 1 ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കാളി ലിനക്സ് എങ്ങനെ നമുക്ക് വേണ്ട സോഫ്റ്റ്വെയർസ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ള വീഡിയോസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യാത്തവർ എന്ത് ചെയ്യുക, അത് കണ്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് വേണം അടുത്ത വീഡിയോ മുതൽ നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാത്തവർ അത് ഇൻസ്റ്റാൾ ചെയ്ത് റെഡി ആയിട്ട് ഇരിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് സൈബർ സെക്യൂരിറ്റി എന്താണെന്നും സൈബർ സെക്യൂരിറ്റിയുടെ കോൺസെപ്റ്റുകൾ എന്താണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇതേപോലെ പ്രധാനം പഠിക്കാം. അപ്പോൾ ഇൻ്റർനെറ്റ് എന്താണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കും.